അധ്യാസത്തിന്റെ ലക്ഷണം പറഞ്ഞേ. പരത്രാവഭാസനം. പരത്രാഭാസ. വേറെന്ത് ലക്ഷണമൊക്കെ പറഞ്ഞിട്ടുണ്ടോ നമ്മള്? സ്മൃതിരൂപഃ. അതല്ല, വേറെയും പല ലക്ഷണവും പറഞ്ഞു പോയിട്ടുണ്ട്. തടസ്സ ലക്ഷണം ഉണ്ടായിരുന്നു. അതസ്മിൻ തദ്വൃത്തി. അതസ്മിൻ തദ്ബുദ്ധി. പിന്നെ സിദ്ധാന്ത ബിന്ദുവിന്റെ 257 പേജിൽ 5-ാമത്തെ പങ്ക്തിയിൽ കാണാം. 4-ാം പങ്ക്തി മുതലേക്ക് നോക്കി വേണേ. പരത്രപരാഭാസ ഏതാവൻ മാത്രസ്യ ഉഭയാനുഗതസ്യ ലക്ഷണത്വാ. അതായത് അനാദി സാദി ലക്ഷണം ഒന്ന് മാത്രം. പരത്ര പരാഭാസ. സ്മൃതിരൂപ പരത്ര എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അനാദി അധ്യാസത്തിൽ പോകത്തില്ല, സാധ്യധ്യാസ ലക്ഷണമായി മാറും. അല്ലെങ്കിൽ പറയുന്നത് യദ്വാ സത്യാനൃതി മിഥുനീകൃത്യേതി ഭാഷ്യവചനാത്. ഭാഷ്യകാരൻ പറയുന്നില്ലേ സത്യാനൃതി മിഥുനീകൃത്യ, അതിനനുസരിച്ച് ഇങ്ങനെ ലക്ഷണം ചെയ്യാം. എന്ത്? സത്യമിത്യ വസ്തു സംഭേദ അവഭാസോ അധ്യാസ ഇതി സിദ്ധാന്ത ലക്ഷണം. നമ്മൾ ഇതിനെപ്പറ്റി പറഞ്ഞു. കാരണം ഈ ഒരു ലക്ഷണം അദ്വൈസിദ്ധിയിലേക്ക് കൊണ്ടുവരുന്നു. സിദ്ധാന്ത ബിന്ദു എഴുതിയ ശേഷമാണ് മധുസൂദന സരസ്വതികൾ അദ്വൈസിദ്ധി ഇടുന്നത്. രണ്ട് സ്ഥലത്ത് സമാനമായിട്ട് പറയുന്നുണ്ട്. സത്യ മിഥ്യ വസ്തു സംഭേദ അവഭാസ. സംഭേദം എന്ന് പറഞ്ഞാൽ സമ്മിശ്രണം എന്നർത്ഥം. സമ്മഭേദമല്ലത്, സമ്മിശ്രണം. അങ്ങനെയൊക്കെ ലക്ഷണങ്ങളുണ്ട് കുട്ടികളെ, ഒന്നൊന്നായിട്ട് ബന്ധപ്പെട്ട് കിടക്കാണ്. ഇതെന്തിനാ ഇങ്ങനെയൊക്കെ എടുത്തുകൊണ്ട് വരുന്നത്? അതായത് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഈ പ്രക്രിയ സൈഡ് വന്നപ്പോൾ നമ്മൾ പ്രമേയ ഭാഗത്തിൽ നിന്ന് തീർത്തും വിലക്ഷണമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരിക്കും സങ്കടം തോന്നി. ഇനിയും ഇത് പഠിച്ചു കേട്ടില്ല. അപ്പൊ ഇത് ആദ്യമേ മനസ്സിലായിരുന്നുവെങ്കിൽ കുറെ ബുദ്ധിമുട്ട് ഒഴിവാകും. നമ്മൾ ആ രീതിയിൽ കേൾക്കാൻ തുടങ്ങും. എന്താണ് അധ്യാസം? അധ്യാസം ഉറച്ചെങ്കിൽ മാത്രമേ അധിഷ്ഠാനത്തെ മനസ്സിലാകത്തുള്ളൂ. എന്തധിഷ്ഠാനം അല്ലേ? അമ്പലപ്പറമ്പെന്ന് പുറത്ത് കടക്കാത്ത ബുദ്ധികൾക്ക് ഇതെന്ത് കാര്യം എന്നുള്ള. എന്തിനെങ്ങനെ പറയുന്നത്? ചിലരുടെ അഭിപ്രായമുണ്ട് അമ്പലമാണല്ല, അമ്പലപ്പറമ്പിലാണ് തുടങ്ങുന്നത് ഒടുങ്ങുന്നത്. ഒരിക്കലും തുടങ്ങരുത്, ഒരിക്കലും തുടങ്ങാനും പാടില്ല. ഇന്നലെയോ മുഞ്ചാന്നോ മറ്റോ ഛത്തീസ്ഗഡിലെ കോർട്ടിലെത്തിയ കേസാണിത്. ഇത് സ്കൂളുകളിൽ ഗായത്രി മന്ത്രം ചൊല്ലണോ വേണ്ടയോ? ശരിയല്ലേ, ചൊല്ലാൻ പാടില്ലല്ലോ. കാരണം ഇന്ത്യ മതനിരപേക്ഷ രാജ്യത്ത് എന്തിനാണ് ഗായത്രി മന്ത്രം? പക്ഷെ കോടതി പറഞ്ഞ് ഇതൊരു മതത്തിൻ്റെതല്ല, ചൊല്ലിക്കോ. അതല്ലേ ശരി. ഇതൊരു മതത്തിന്റെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? ഹിന്ദു എന്നൊരു മതമല്ല എങ്കിൽ പിന്നെ ഇതാരുടേത് വല്ലത്? ഇതിന്റെ സംഭവം പിടി കിട്ടിയോ? ഇത് മനുഷ്യ സമാനമായിട്ട് വരിയുന്ന സാധനമാണ്. കോടതിയുടേത് ചില്ലറ ദൂരത്തിലേക്കല്ല പോയത്. ഈ ശാസ്ത്രം ആർക്കുള്ളതാണ്? ഭൗതിക സ്വത്തവകാശത്ത് പെടത്തില്ലത്. ഇതാർക്കും ചൊല്ലാം, എപ്പോഴും ചൊല്ലാം. നമ്മുടെ എവിടെ എത്തി? ഭാഷ്യത്തിൽ 20-ാം പേജില് 3-ാമത്തെ പങ്ക്തിയിൽ അല്ലെ, 2-ാം പങ്ക്തിയിൽ ചോദ്യം എന്താണ്? കഥം പുനർ അവിദ്യാപത് വിഷയാണ് പ്രത്യക്ഷാദീനി പ്രമാണാനി ശാസ്ത്രാണിച്ച. അതായത് നിങ്ങളുടെ അധ്യാസത്തിന്റെ ക്രമം വരുന്ന സമയത്തെ എവിടെ തുടങ്ങും? അവിദ്യയിലേക്ക് ചേതനന്റെ സംബന്ധം. ഏതവിദ്യയിലേക്ക്? അവിദ്യയിൽ ചേതനിൽ കൽപ്പിതമായിരിക്കുന്ന അവിദ്യയിലേക്ക് ചേതനന്റെ പ്രതിബിംബമെന്നോ ചേതനന്റെ താതാത്മ്യമെന്നോ അധ്യാസാത്മകമായിട്ട്, അതേപോലെ അവിദ്യാവച്ഛിന്ന ചൈതന്യത്തിന്റെ അവിദ്യയിലേക്കുള്ള അധ്യാസമെന്നോ, അവിദ്യയിൽ ചേതനിൽ ആഭാസിച്ചിരിക്കുന്ന അവിദ്യയിലേക്ക് ചേതനന്റെ സംബന്ധമെന്നോ എന്ന് വേണേ പറഞ്ഞു. കാരണം ഇതൊക്കെ പറയുന്നതേ ഭാഷ്യകാരനെ മുൻനിർത്തി അന്യ ആചാര്യന്മാർക്ക് പല അഭിപ്രായം വന്നു കയറുന്നുണ്ട്. അവച്ഛേദവാദം, ആഭാസവാദം, ബിംബപ്രതിബിംബവാദം. വിവരണകാരനനുസരിച്ച് ബിംബപ്രതിബിംബവാദം വരും. അതായത് ജീവൻ പ്രതിബിംബമാണ്, പക്ഷേ പ്രതിബിംബത്തിന് ബിംബത്തിൽ നിന്ന് ഭിന്നമായിരിക്കുന്ന സത്ത ഇല്ല എന്നുള്ളത് കൊണ്ട് പ്രതിബിംബം ബിംബം തന്നെയാണ്. പക്ഷെ സുരേശ്വരാചാര്യന്റെ ആഭാസവാദത്തിനനുസരിച്ച് ഈ ജീവൻ ആഭാസമാണ്, ആഭാസാത്മകമായിട്ടായിരിക്കുക. ഉള്ളതാര? ബിംബമായിരിക്കും. ഇനി ബിംബത്തിന്റെയും പ്രതിബിംബത്തിന്റെയും കാര്യത്തിൽ തന്നെ പല മതങ്ങളും ഉണ്ട്. ബിംബം ആരാണെന്നുണ്ട്. ഈശ്വരനാണോ ബിംബം, കേവലനാണോ ബിംബം എന്നൊക്കെ ഉള്ളതുണ്ട്. പിന്നെയാണ് ഭാമതി മതത്തിനനുസരിച്ച്, ഭാമതി എവിടെയാ? നിങ്ങൾ ഈ കാണുന്ന ഭാമതി താഴെ നോക്ക്. ഈ മതം വേറെ തന്നെ കയറും. അതായത് വാചസ്പതി മിശ്രരുടെ ഭാമതിക്ക് അനുസരിച്ച് അവച്ഛേദവാദം വരും. അന്ധക്കരണം അവച്ഛേദകമായിട്ട് അന്ധക്കരണാവച്ഛിന്ന ചൈതന്യം ജീവനും, മായാവച്ഛിന്ന ചൈതന്യം ഈശ്വരനായിട്ടുണ്ട്. അങ്ങനെ ഇവിടെ ചോദ്യം വന്നതാണ് അവിദ്യാവാൻ. അവിദ്യാവാൻ എന്നുള്ളതിന്റെ അർത്ഥം എന്തായിരുന്നു? അധ്യാസവാൻ. അധ്യാസവാൻ. പഠിക്കുന്നവർ അങ്ങനെ പഠിക്കുക. അത് ആദ്യം എടുത്ത് പഠിപ്പിച്ചു. നമ്മൾ ഓരോ വിഷയം അന്നേരം തന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്താണ് ഇതിന്റെ അർത്ഥം എന്നുള്ളത്. അവിദ്യാവാൻ അഹമിതി
അധ്യാസവാൻ ആരാ? ആത്മാ. എന്നപ്പോ നമ്മള് ടീക്കയില് 4-ാം പങ്ക്തി കണ്ടാൽ മതി, 20-ാമത്തെ പേജില് പ്രമാദ എന്ന് പറഞ്ഞത്. ശരിക്കും ഇവിടെ പ്രമാതാവിനെയും വിശദീകരിച്ചും കൊണ്ട് സാക്ഷി ഇരിക്കുകയാണ്. പക്ഷെ അവിടെ പ്രമാതാവും പ്രകാശിക്കുന്നത് കൊണ്ടാണ് പ്രമാദ എന്ന് പറഞ്ഞത്. സഹ വിഷയോ, ആ പ്രമാതാവ് ആശ്രയമായിട്ടിരിക്കുകയാണ്. കാരണം സാക്ഷിയില് ഇന്ദ്രിയങ്ങളൊന്നും ആശ്രിതമായിട്ടിരിക്കത്തില്ല. ഇന്ദ്രിയങ്ങൾ ആശ്രിതമായിട്ടിരിക്കുന്നത് പ്രമാതാവിലാണ്. പ്രമാതാവിന്റെ രൂപം കിട്ടുമ്പോഴാണ് ഇന്ദ്രിയങ്ങൾ അവിടെ സമ്പന്നമായി മാറുന്നത്. ആശ്രയോ യേഷാം പ്രമാണാനാം താനി പ്രമാണാനി അവിദ്യാവത് വിഷയാണി എന്നർത്ഥം ചെയ്തു. അതിന് ഉത്തരം പറഞ്ഞതാണ് വലിയൊരു നിലവാരത്തിൽ പോയതാണ്. 21-ാം പേജിന്റെ 3-ാം പങ്ക്തി വരെ അത് കിടക്കും. ഉച്ചതേ ദേഹേന്ദ്രിയാണി. അപ്പൊ ടീക്ക നോക്ക്, നമ്മളത് ഭാഷത്തിൽ ഏകദേശം പറഞ്ഞതല്ലേ. എവിടുന്ന ടീക്കയില് 6-ാം പങ്ക്തിയില് തൻ ലിംഗക അനുമാൻ തത്ര പ്രമാണ പ്രശ്നേ വ്യവഹാരാർത്ഥാപത്യം തൻ ലിംഗക അനുമാനം ചാഹ. ഇതൊക്കെ ഇന്നലെ കഴിഞ്ഞതാണല്ലോ. ഉച്ചതേ ഇത്യാദിന തസ്മാദിത്യന്തേന. ഉച്ചതേ പറയുന്നു എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് 21-ാം പേജിൽ 3-ാമത്തെ പങ്ക്തി വരെ വന്ന് നിൽക്കുക. അതിന്റെ ഉത്തരം തസ്മാദ വിദ്യാവതി വിഷയാണ്യവ പ്രത്യക്ഷാദി പ്രമാണാനി ശാസ്ത്രാണിച്ച. ഇനി ഭാഷ്യം നമ്മൾ എടുത്തതാണ്. ഇനി ടീക്ക നോക്കിക്കോ. ദേവദത്ത കർത്തൃകോ വിവഹാര തദീയ ദേഹാദിഷു അഹം മമ അധ്യാസമൂലഃ തദന്യേ വ്യതിരേക അനുസാരിത്വാത് യദിത്തം തഥാ യഥാ മൃന്മൂലോ ഘടഃ ഇതി പ്രയോഗഃ. മൃത്ത് മൂലമായിരിക്കുന്ന യാതൊരു ഘടമുണ്ടോ, ആ ഘടത്തെ എന്ത് വിളിക്കും? മൃന്മൂലഃ. സകാരത്തിന് നകാരം വരുന്നതാണ്, അനുസ്വാരം വരുന്നതാണ്, പരത്തില് മകാരിക്കുന്നത്. അപ്പോൾ മൃന്മൂലമാണ് ആര്? ഘടം എന്നുള്ള വ്യവഹാരം നടക്കുന്നില്ലേ? അത് ശബ്ദാത്മകമാവാം ജ്ഞാനാത്മകമാവാം വ്യവഹാരം. അവിടെ എത്രയെത്ര തദന്യ വ്യതിരേക അനുസാരിത്വം എന്ന് പറയല് മൃദന്യ വ്യതിരേക അനുസാരിത്വം എവിടെ? ഘടത്തില്. മൃസത്വ ഘടസത്വം, മൃദാഭാവ ഘടഭാവം. മൃത്തിരിക്ക് മാത്രമേ ഘടം ഇരിക്കത്തുള്ളൂ, മൃത്തില്ലെങ്കിൽ ഘടം ഇരിക്കത്തില്ല. ഇപ്രകാരം മൃദന്യ വ്യതിരേക അനുസാരിത്വം എവിടെയുണ്ട്? ഘടത്തിലുണ്ട്. അവിടെ സാധ്യം നോക്ക്. തദീയ ദേഹാദിഷു അഹം മമ അധ്യാസമൂലഃ. തദീയ ദേഹം എന്നുള്ളത് ഘടത്തെ എടുത്തോ. അവിടെ ചെറിയൊരു വ്യത്യാസം ഇവിടെ വരുത്തിയാലേ കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. തൻ മൂലത്വം എന്ന് അന്വയിച്ചോ. മൃന്മൂലത്വം ഘടത്തിലുണ്ടോ? മൃത്തല്ലേ മൂലം. ഇതേപോലെ ദേവദത്ത കർത്തൃകമായിരിക്കുന്ന വ്യവഹാരം, ദേവദത്തൻ കർത്താവായിരിക്കുന്ന വ്യവഹാരത്തെ എന്ത് പറയും? ദേവദത്ത കർത്തൃകം. കർത്തൃക വ്യവഹാര പുല്ലിംഗമായതുകൊണ്ട് കർത്തൃക വ്യവഹാര. അവിടെ തദന്യ വ്യതിരേക അനുസാരിത്വമുണ്ടോ? തദന്യ എന്നുള്ളത് പിന്നെ ഒരു ദൃഷ്ടാന്തം കൂടി നോക്കിയോ. യഥാ മൃന്മൂലോ ഘട, മൃത്ത് മൂലമായിരിക്കുന്ന ഘട്ടം അല്ലെ. അപ്പൊ അവിടെ മൃദന്യ വ്യതിരേക അനുസാരിത്വം ഉണ്ട്. അത് ശരിയാണ്. ഇനി എന്ത് വേണം? തദീയ ദേഹാദിഷു അഹമ്മമ അധ്യാസ മൂലത്വം ഏതായാലും കിട്ടത്തില്ല. പക്ഷേ ചെറിയൊരു വ്യത്യാസം വരുത്തിയാല് നമ്മൾക്ക് മൃത്തില് ഘടത്തെ കാണണമെങ്കിൽ ഒരു അധ്യാസം ആവശ്യമല്ലേ? കാരണം മൃത്തില് അധ്യസ്ഥമാണ് ഈ ഘടം. മൃത്ത് തന്നെയാണോ ഘടം? ഘടം എന്നുള്ളത് അല്ലാതെ മറ്റൊരു വസ്തുവല്ല. പക്ഷെ നമ്മൾ വേറെ തന്നെ ഘടത്തെ വ്യവഹരിക്കാറുണ്ട്, മൃത്തിനെ വേറെയും വ്യവഹാരം നടത്താറുണ്ട്. ഇതിന് കാരണം എന്താ? ആ മൃത്ത് ഘടരൂപത്തിൽ വിവർത്തിതമായതുകൊണ്ട് ഘട എന്നുള്ള നാമവും ഘട എന്നുള്ള രൂപവ്യവഹാരവും നടത്താൻ പറ്റും. നാമരൂപങ്ങൾ മിഥ്യയായതിനാൽ വാസ്തവത്തിൽ അതെന്തായിരിക്കും? മൃത്ത് മാത്രമായിരിക്കും. ആയ സ്ഥിതിക്ക് അവിടെ അധ്യാസമൂലത്വം ഇല്ലേ? എവിടെ? മൃത്തിലെ ഘടവ്യവഹാരം. കാരണം കാണുന്നത് ഘടമാണെങ്കിലും വാസ്തവത്തിൽ അത് മൃത്തായ സ്ഥിതിക്ക് ചിന്തിച്ചു കൂട്ടിയാൽ അത് മൃത്താണത്. ചിന്തയില്ലാതിരിക്കുമ്പോഴാണ് അത് ഘടമായിട്ട് കൽപ്പിക്കപ്പെടുന്നത്. ആയതുകൊണ്ട് അതെന്താണ്? അധ്യാസമൂലമായിരിക്കും വ്യവഹാരം. അങ്ങനെയാണ്. നിങ്ങളുടെ വാചാരംഭണം വികാരവും നാമധേയം വൃത്തിഗതീവ സത്യം എന്നുള്ള സ്ഥലത്ത് നോക്കി കഴിഞ്ഞാല് കാര്യങ്ങളുടെ നാമരൂപവും മാത്രമേ ഉള്ളൂ. വാസ്തവത്തിൽ ഒരു കാര്യം നിലനിൽക്കത്തില്ല. അത് കാരണം മാത്രമായിരിക്കും. ഒരു മൃത്തിനെ രണ്ട് കപാലങ്ങളിലൂടെയും മൃത്തുണ്ടാക്കാം, അല്ലെങ്കിൽ ഒറ്റ മോൾഡായിട്ട് ഉണ്ടാക്കിയെടുക്കാം. മൃത്തിനല്ല, ഘടത്തെ രണ്ട് കപാലങ്ങൾ കൂട്ടിച്ചേർത്തിട്ട് ഒരു ഘടത്തെ ഉണ്ടാക്കാം. വേണമെങ്കിൽ 3 കപാലം കൂട്ടിച്ചേർത്തുണ്ടാക്കാം. കഴുത്തുള്ള ഘടങ്ങൾ ഉണ്ടല്ലോ, അതാണ് അതിന്റെ അവയവം. അതായത് അനവധി നൂലുകളാണ് ഒരു പടത്തിന്റെ അവയവങ്ങൾ.
ആ പടത്തിന്റെ അവയവമായിരിക്കുന്ന നൂലിനെ നമ്മൾ നൈയായികന്മാർ സമവായ കാരണം എന്ന് പറയും. വേദാന്തി കേവലം ഉപാദാന കാരണം എന്ന് ഒഴിവാക്കും. അപ്പോൾ ഉപാദാന കാരണത്തിൽ ഭിന്നമായിട്ട് ആരിരിക്കത്തില്ല? ആരിരിക്കത്തില്ല. ഇത് പിറകോട്ട് പോയിട്ട് ആര് നിൽക്കും? ഉപാദാനമായിരിക്കുന്ന ഈശ്വര അഭിന്ന ബ്രഹ്മ മാത്രം നിൽക്കും. ബാക്കിയല്ല അതിൽ കൽപ്പിതമായിരിക്കും. അതുകൊണ്ട് തന്നെ മൃത്തിൽ കൽപ്പിതമായിരിക്കുന്നതാണ് ഘടം എന്നുള്ള സ്ഥിതിക്ക് അത് അധ്യാസം മൂലമാണ്. എന്ന് പറഞ്ഞാല് മൃത്തിലെ ഘട അധ്യാസം മൂലമായിട്ടാണ് ഘടഹ എന്നുള്ള വ്യവഹാരം നടക്കുന്നത്, ആണല്ലോ. ഇതേപോലെ ദേവദത്ത കർത്തൃകമായിരിക്കുന്ന വ്യവഹാരം തദന്യ വ്യതിരേക അനുസാരത്തിരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാല് ദേവദത്തൻ ഇരിക്കെ ദേവദത്തിലെ വ്യവഹാരം, ദേവദത്തൻ ഇല്ല എങ്കിൽ ദേവത്ര കർത്തൃകമായിരിക്കുന്ന വ്യവഹാരം ഉണ്ടാകത്തില്ല. എന്നുള്ളത് കൊണ്ട് തദീയ ദേഹാദികളിലെ അഹം മമ അധ്യാസ മൂലത്തിലിരിക്കും. എവിടെ? വ്യവഹാരത്തില്. അവന്റെ ദേഹത്തില് അഹമെന്നുള്ള അഭിമാനം, മമ എന്നുള്ള അഭിമാനം, ഇത് മൂലമായിട്ടാണ് ദേവദത്തനിലെ വ്യവഹാരം സംഭവിക്കുന്നത്. തത്ര വ്യതിരേകം ദർശയതി. ഏതിന്റെ കാര്യത്തിലാ? ഏതൊരു വ്യവഹാരവും അധ്യാസ മൂലകമാകുന്നു. ഇതാണ് നിങ്ങളെ പക്ഷത്തിലുള്ള സാധ്യനിശ്ചയം. എവിടെ ഏതിന്റെ അന്യവ്യതിരേകം കാണുന്നുവോ അവിടെ അധ്യാസ മൂലത്വം ഉണ്ടായിരിക്കുന്നവർ അധ്യാസ മൂലമായിരിക്കും കാര്യങ്ങൾ നടക്കുന്നുണ്ടാവുക. ഇത് വ്യാപ്തിയാണെങ്കിലും നമ്മൾ ഇവിടെ കാണിക്കുന്നത് വ്യതിരേകമാണ്. എന്ന് പറഞ്ഞാൽ അന്യവ്യാപ്തി കാണിക്കേണ്ട സ്ഥലത്ത് നമ്മൾ വ്യതിരേക വ്യാപ്തിയാണ് കാണിക്കുന്നത്. ഉദാഹരണത്തിന്, അതായത് അന്യവ്യതിരേക വ്യാപ്തി ഉള്ള സ്ഥലത്ത് ഇത് കാണിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. എല്ലാ സ്ഥലത്തും അന്യവ്യതിരേക വ്യാപ്തി ഉണ്ടാകത്തില്ല. പർവ്വതോ ധൂമവാൻ വന്നേഹേ, ഈ സ്ഥലത്ത് നമുക്ക് വ്യാപ്തിയും വ്യതിരേക വ്യാപ്തിയും കാണിക്കാം. അന്യവ്യാപ്തി എങ്ങനെയായിരിക്കും? എത്ര ഹേതു അത്ര സാധ്യം എന്നാണെങ്കിൽ അന്യവ്യാപ്തി, എത്ര സാധ്യഭാവ അത്ര ഹേത്വഭാവ എന്നുള്ളത് വ്യതിരേക വ്യാപ്തി. എന്ന് പറയാം, എവിടെ ഹേതുവിരിക്കുമോ കാരണമിരിക്കുമോ അവിടെ സാധ്യമിരിക്കും എന്നുള്ളത് അന്യവ്യാപ്തിയും, എവിടെ സാധ്യമിരിക്കില്ലയോ അവിടെ ഹേതുവും ഇരിക്കത്തില്ല എന്നുള്ളത് വ്യതിരേക വ്യാപ്തിയാണ്. ഇത്ര അറിയാലോ. അന്നപ്പോൾ അന്യവ്യതിരേക വ്യാപ്തി ഉള്ള സ്ഥലത്ത് അന്യവ്യാപ്തി പ്രകടമാണെന്നിരിക്കെ വ്യതിരേക വ്യാപ്തി മാത്രം കാണിക്കുകയാണ് ഇവിടെ ഭാഷ്യകാരൻ ചെയ്യുന്നത്. ഭാഷ്യകാരൻ എന്താ ചെയ്തത്? ഉച്ചത എന്നും പറഞ്ഞിട്ട് ദേഹേന്ദ്രിയാദിഷു ഭാഷ്യമാണ് വായിക്കുന്നത്. അഹം മമ അഭിമാനരഹിതസ്യ പ്രമാതൃത്വാനുപപത്തോ പ്രമാണ പ്രവൃത്തി അനുപത്തേഹേ. ഈ പ്രമാതൃത്വം പ്രമാണ പ്രവൃത്തി എന്നുള്ളതൊക്കെ തന്നെയാണ് വ്യവഹാരം. അതായത് ഇന്ദ്രിയാദികളായിരിക്കുന്ന പ്രമാണം വ്യവഹരിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഇന്ദ്രിയജന്യ പ്രമേയം ഉണ്ടാവും. ഇത് എപ്പോഴും സംഭവിക്കത്തുള്ളൂ? ഇന്ദ്രിയാദികളില് അഹം മമ അഭിമാനം ഉണ്ടായിരുന്നുവെങ്കിൽ. ഈ ഇന്ദ്രിയാദികളിലെ അഹം മമ അഭിമാനമല്ലേ അധ്യാസം? അന്നപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? വ്യതിരേകം എടുത്ത് കാണിക്കുക എന്ന് പറഞ്ഞാൽ അഭാവത്തെ എടുത്ത് കാണിക്കുകയാണ്. ദേഹേന്ദ്രിയാദിഷു, ദേഹത്തിലെ ഇന്ദ്രിയങ്ങളിലെ ഇവയിൽ എല്ലാം തന്നെ അഹം മമ അഭിമാനരഹിതസ്യ, ഞാനെന്നും എന്റേതും എന്നുള്ള അഭിമാനം ഇല്ലായിരുന്നു എങ്കിൽ, ചുരുക്കി പറഞ്ഞ എന്തർത്ഥം? അധ്യാസം ഇല്ലായിരുന്നു എങ്കിൽ. തന്റെ ഇന്ദ്രിയങ്ങളിൽ തന്റെ ദേഹത്തിൽ തനിക്ക് അധ്യാസമില്ലായിരുന്നു എങ്കിൽ. എങ്ങനെ? ഞാനെന്നും എന്റേതെന്നുള്ള അധ്യാസം ഇല്ലായിരുന്നു എങ്കിൽ. ഒരു കാര്യം മനസ്സിലാക്കാൻ, ഞാനെന്നും എന്റേതെന്നുള്ളത് എന്താണ്? അധ്യാസമാണ്. അപ്പോൾ ഞാൻ എന്നുള്ള വസ്തുവിനെ നിങ്ങൾക്ക് അറിയത്തില്ലേ? അതേത് വസ്തുവാ? ഉത്തരം പറ. ഞാനെന്ന് നിങ്ങൾക്ക് അഭിമാനിക്കുന്ന സമയത്തുള്ള വസ്തു ഏതാ ചോദിക്കുന്നത്? ഇവിടെ അധ്യാസമല്ലേ ആന്ന് പറഞ്ഞു. അതുകൊണ്ട് ദേഹേന്ദ്രിയാദികൾ എന്തായിരിക്കും? അധ്യാസം. അധ്യസ്ഥം. അധ്യാസം നടന്നാൽ അധ്യാസത്തിന്റെ വിഷയങ്ങളാണ് അധ്യസ്ഥം. അധ്യസ്ഥവും ഒരു അധ്യാസം തന്നെയാണ്, അർത്ഥാധ്യാസങ്ങളാണ്. അപ്പോൾ ഞാൻ എന്നുള്ള സ്ഥലം എന്താണ്? അധ്യാസമാണ്. അതിന്റെ വിഷയം എന്തായിരിക്കും? അധ്യസ്ഥം. അധ്യസ്ഥം. അധ്യസ്ഥ വസ്തുവിന്റെ ജ്ഞാനത്താല് അജ്ഞാനം നശിക്കുകയോ? ഇല്ല. ഞാൻ ഇവിടത്തേക്ക് കൊണ്ടുവന്നുള്ള മനസ്സിലായോ? എന്ത്? ഞാൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എവിടെയുണ്ട്? ആരാ? ഞാൻ ഈ അധ്യസ്ഥ വസ്തുവാണ്. പിടികിട്ടിയപ്പോൾ ഞാൻ ആരാന്ന് അന്വേഷിച്ച് പിടിച്ചാല് അജ്ഞാനം മാറൂല എന്ന് പറയാൻ കാരണം, ഞാനിവിടെ അധ്യസ്ഥ വസ്തുവാണ്. അത് തിരിച്ചറിയാത്ത ആരും ഭൂലോകത്തില്ല. ജീവനാണെങ്കിൽ അഹം ഭാസിക്കും. ഞാനെന്നുള്ള ബോധം സാമാന്യമാണ്. ഞാനെന്നുള്ള ബോധം തിരിച്ചറിയാൻ പോയി കഴിഞ്ഞാൽ കളി നടക്കത്തില്ല. ആ ഞാൻ ആയിരിക്കുന്ന ചേതനന്റെ ഉപാധികളെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവിടെയാണ് പണി. അതായത് തത്വം പദാർത്ഥ സ്ഥലത്ത് ത്വംപദാർത്ഥമായിരിക്കുന്ന ജീവന്റെ ശുദ്ധഭാവമായിരിക്കുന്ന കൂട്ടസ്ഥനെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും മെനക്കെട് പരിപാടി. മനസ്സിലായോ? അതായത്
ഇതൊരു പനി വന്നിട്ടുണ്ടാവുന്നല്ലല്ലോ, കൊതുക് അടിച്ചിട്ട് ബ്രഹ്മജ്ഞാനം ഉണ്ടായി എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇതിന്റെ പ്രക്രിയ നല്ല മെനക്കേട്ട സാധനമാണ്. തത്വം സ്ഥലത്തെ ത്വംപദാർത്ഥത്തിലെ ശുദ്ധനെ വിവേചനം ചെയ്ത് തിരിച്ചറിയുക എന്നുള്ളതാണ് ബുദ്ധിമുട്ട്. അവിടെ ആരെ തിരിച്ചറിയണം? കൂട്ടസ്ഥനെ തിരിച്ചറിയണം. ഞാൻ എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് നിങ്ങൾ കൂട്ടസ്ഥനെയാണോ മനസ്സിലാക്കിയത്? അല്ല. അതുകൊണ്ടാണ് ഞാൻ എന്നുള്ള അന്വേഷണം, കേവലം ഞാൻ എന്നുള്ള അന്വേഷണത്തിൽ നിന്നാൽ വസ്തുവിന് തിരിച്ചറിയത്തില്ല. കാരണം ഇത് അധ്യസ്ഥ വസ്തുവാണ്. ഇവിടെ ശാസ്ത്രത്തിൽ നിന്ന് വേണം എന്ത് മനസ്സിലാക്കാൻ? കൂട്ടസ്ഥനെ മനസ്സിലാക്കാൻ. ഓക്കെ. അല്ലാതെ ഏതെങ്കിലും ഒരു ഗുരു വിളിച്ചു പറഞ്ഞുകൊണ്ട് കാര്യം നടക്കത്തില്ല. ശാസ്ത്രവിരുദ്ധമായിരിക്കുന്ന കാര്യം ചെയ്യാൻ പാടില്ല. അപ്പോൾ അഭിമാനം ഇല്ല എങ്കിൽ പ്രമാതൃത്വം സിദ്ധിക്കത്തില്ല. ദേഹാദികളിലെ അഭിമാനം കൊണ്ടാണ് എന്ത് വന്നത്? പ്രമാതൃത്വം സിദ്ധിക്കത്തുള്ളൂ. അതായത് എല്ലാ സമയത്തും സാക്ഷി സ്വരൂപൻ ഒരേപോലെ, അവൻ സുഷുപ്തിയിലും സമാനം. സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതയിലേക്ക് വരുമ്പോൾ അവിടെ സുഷുപ്തി കാലത്ത് അവിദ്യയിൽ ലീനമായിരുന്ന അന്ധക്കരണവും ഇന്ദ്രിയാദികളും അവിദ്യയിൽ നിന്ന് പുറത്ത് കടക്കുന്നത് കൊണ്ട് ആ അവിദ്യയിൽ പ്രതിബിംബിച്ചും കൊണ്ട് സാക്ഷി പ്രമാതാവിന്റെ രൂപത്തിലിരിക്കും. പ്രമാതാവും സാക്ഷിയും തമ്മിൽ വേർതിരിവ് കാണത്തില്ല. ഓക്കെ. പ്രമാതാവ് ഭാഷിച്ചും കൊണ്ട് സാക്ഷി ഭാഷിക്കാത്ത സമയമില്ല. സാക്ഷി ഭാഷിച്ചും കൊണ്ട് പ്രമാതാവ് ഭാഷിക്കാത്ത സമയമുണ്ട്. പക്ഷെ അപ്പോഴും സാക്ഷിക്ക് പ്രമാതാവിൽ നിന്നുള്ള ഭേദം തിരിച്ചറിയാൻ പറ്റുന്നില്ല. ശാസ്ത്രം വഴി ഇങ്ങനെ രണ്ട് വസ്തു ഉണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ പോലും അപ്പോഴും രണ്ടുപേരും ഒന്നും ശരിക്കത്തുള്ളൂ. മനസ്സിലായോ? ഈ പ്രമാതൃത്വം സിദ്ധിക്കാൻ വേണ്ടിയിട്ട് ജാഗ്രതയിലേക്കുള്ള അന്ധക്കരണത്തിന്റെ പ്രകടഭാവം നടക്കുന്ന സമയത്ത് ഇന്ദ്രിയങ്ങളും അവിദ്യയിൽ നിന്ന് തിരിച്ചു വന്നതിനാൽ അന്ധക്കരണവും ഇന്ദ്രിയങ്ങൾ യുക്തമായിട്ടിരിക്കുന്ന ചേതന ഇരിക്കുമ്പോഴാണ് ആ ചേതനിൽ പ്രമാതൃത്വം സംഭവിക്കത്തുള്ളൂ. ഈ പ്രമാതൃത്വം സംഭവിക്കുമ്പോൾ മാത്രമാണ് പ്രമാതാവ് വിഷയങ്ങളെ അറിയാനായിട്ട് പ്രമാണ അന്വേഷണം നടത്തുന്നത്. സാക്ഷി ആയിരിക്കുന്ന അഹം പ്രകാശിക്കുകയാണ്, അവിടെ പ്രമാതാവും കൂടെ പ്രകാശിക്കും. മനസ്സിലായോ? അവിടെയാണ് അവൻ പ്രമാണത്തിന് അന്വേഷണം നടത്തത്തുള്ളൂ. പ്രമേയ സിദ്ധിക്കായിട്ട് പ്രമേയം ഉത്പാദിപ്പിച്ചും കൊണ്ട് അവിടെയാണ് പ്രമാണങ്ങളുടെ പ്രവൃത്തി നടക്കുന്നത്. അപ്പോൾ അഹം അഭിമാനം ഇല്ലായിരുന്നുവെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രവൃത്തി നടക്കത്തില്ലായിരുന്നു എന്ന് വ്യതിരേകം കാണിക്കുകയാണ്. ഇനി നിങ്ങൾ ടീക്ക നോക്ക്. ദേവദത്തസ്യ സുഷുപ്തൗ അധ്യാസഭാവേ. മൂലപാഠത്തിൽ നമ്മൾ അഹമമ അഭിമാന രഹിതസ്യ എന്ന് പറഞ്ഞത് അഹമമ അഭിമാന രാഹിത്യം എവിടെ കാണും? ആ സ്ഥലമാണ് ഇപ്പോൾ ടീക്കാകാരൻ പറയുന്നത് സുഷുപ്തി. ബ്രഹ്മാകാര വൃത്തി വരെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ പല സ്ഥലവും പല കാര്യങ്ങളെയും കാണിക്കാൻ ജ്ഞാനിയാവേണ്ട ആവശ്യമൊന്നുമില്ല. സുഷുപ്തി സ്ഥലത്തെ കാണിക്കാം. അതിനു വേണ്ടിയാണ് സുഷുപ്തിയെ കേവല ബ്രഹ്മത്തെ കാണിക്കാനുള്ള ഒരു ദൃഷ്ടാന്ത സ്ഥലമാക്കി എടുത്തിരിക്കുന്നത്. വേറൊരു മാർഗമില്ല. ദേവദത്തസ്യ സുഷുപ്തൗ സുഷുപ്തി അവസ്ഥയിൽ അധ്യാസഭാവേ വ്യവഹാരാഭാവോ ദൃഷ്ട. അധ്യാസം ഇല്ല എങ്കിൽ വ്യവഹാരം ഇല്ല. ഇത് വ്യതിരേകമാണെങ്കിൽ ഹേതു എന്തായിരിക്കും? ശ്രമിച്ചു നോക്ക്. എത്ര വന്യഭാവത്ര ധൂമാഭാവ. അവിടെ ഹേതു എന്തായിരുന്നു? ധൂമ. എവിടെ വന്യമില്ലയോ അവിടെ ധൂമവും ഇല്ല. ഇത് വ്യതിരേകമാണ്. അതിനെ തരംതിരിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹേതുവും സാധ്യവും കിട്ടും. അന്യവ്യതിരേക സ്ഥലത്ത് വ്യാപകൻ ആരാണോ അതിന്റെ അഭാവം അതായത് അന്യ സ്ഥലത്ത് വ്യാപകൻ ആരാണോ വ്യതിരേക സ്ഥലത്ത് അതിന്റെ അഭാവമായിരിക്കും വ്യാപ്യമായി മാറണം. വ്യാപകന്റെ അഭാവം വ്യാപ്യമായി മാറും വ്യതിരേക സ്ഥലത്ത്. അന്യ സ്ഥലത്ത് ആരാണോ വ്യാപ്യം ആ വ്യാപ്യത്തിന്റെ അഭാവം വ്യതിരേക സ്ഥലത്ത് വ്യാപകനായി മാറും. എത്ര വന്യഭാവ തത്ര ധൂമാഭാവ. വ്യാപകനാരാ? ധൂമഭാവ. അതിന്റെ വ്യതിരേകം എടുത്തു കഴിഞ്ഞാൽ ധൂമം അത് ഹേതുവായി മാറും. അതായത് വ്യാപ്തി സ്ഥലം തന്നെ വലിയ പ്രശ്ന സ്ഥലമാണ്. നിങ്ങൾക്ക് വ്യാപ്തിയുടെ ലക്ഷണം പോലും അന്വയിക്കുന്നത് 5 ദിവസം പിടിച്ചിട്ടാ അങ്ങനെ കൊണ്ടുപോകത്തുള്ളത്. 120 ക്ലാസ്സിൽ തീർക്കാവുന്ന പരിപാടിക്ക് വ്യാപ്തിക്ക് മാത്രമായിട്ട് 5 ക്ലാസ് എടുക്കും. അതിനുശേഷമേ ഇത് മനസ്സിലാകത്തുള്ളൂ. അവിടെ അത് കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ ചോദ്യത്തിന് ഉത്തരം തരാൻ പറ്റത്തുള്ളൂ. സുഷുപ്തു അധ്യാസഭാവ വ്യവഹാരഭാവം ദൃഷ്ട എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അനുഭവം ഉള്ളതാണ്. സുഷുപ്തി കാലത്ത് എന്തില്ല? അധ്യാസമില്ല, വ്യവഹാരമില്ല. സുഷുപ്തി കാലത്ത് ഒരു അധ്യാസം ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ടീക്കേ, നിങ്ങൾക്ക് ഹയർ ടെക്സ്റ്റിൽ വരുന്നേരം ഇനി കാണാം. സുഷുപ്തിയിൽ
ഒരു ജ്ഞാനമോ അല്ലെങ്കിൽ മൂന്ന് ജ്ഞാനമോ പറയാം. എന്ന് പറഞ്ഞാല് ഒരേ കാര്യമാണ് ഇവിടെ പറഞ്ഞത്. അതായത് അവിദ്യയെ നിങ്ങൾക്ക് ശ്രുതിയിൽ ഗ്രഹിക്കാൻ പറ്റിയിട്ടില്ലേ? അതുകൊണ്ടല്ലേ ജാഗ്രതയിലേക്ക് വന്നിട്ട് ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്ന അവിദ്യയുടെ പ്രഖ്യാപനം നടക്കുന്നത്, സ്മരണം. അപ്പോൾ അവിദ്യ ആര് ഗ്രഹിച്ചു? ഗ്രഹിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ അധ്യാസമില്ലാതെ ഗ്രഹണം എങ്ങനെ നടന്നു? നഹി അനധ്യസ്ഥ ഭാവേന കശ്ചിത് വ്യാപുറേതേതിന് മുന്നോട്ട് പറയാനുണ്ട്. അധ്യാസം നടന്നിട്ടില്ലെങ്കിൽ ഒരു വ്യാപാരവും നടക്കത്തില്ല. എന്നപ്പോൾ അധ്യാസം നടന്നിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് നിങ്ങളുടെ ഹയർ ടെക്സ്റ്റിലെ വിഷയങ്ങൾ. ഇതൊന്നും ലോവർ ടെക്സ്റ്റിൽ വരത്തില്ല. ഇവിടുന്ന് മുതൽക്ക് ഇനി കാണാം. വിചാര ഗ്രന്ഥമായതുകൊണ്ട് ഇവിടെ ഉണ്ട് സാധനം. അല്ലാതെ ലോവർ ആയിരിക്കുന്ന ഉപനിഷത്തുകളിൽ ഈ സാധനം ഇല്ല. ഇവിടെ മനസ്സിലായിട്ടില്ലെങ്കിൽ വിചാര സമ്പന്നമാവത്തില്ല. അപ്പൊ ടീക്ക ഇല്ലെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യം ഉണ്ടോ? പല സ്ഥലത്തും 1, 2, 3, 4 സൂത്രം എടുക്കത്തുള്ളൂ. അത് തന്നെ വലിയ കാര്യം കേട്ടോ, ചതുസൂത്രി എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം മാത്രം. കാരണം ഈ മൊത്തം ഗ്രന്ഥത്തിനെ നമുക്ക് 4 സൂത്രത്തിൽ ഒതുക്കാം. തത്വസമന്വയാത വരെ പറയുമ്പോൾ മൊത്തം കാര്യങ്ങൾ അങ്ങോട്ട് പറയും. ജാഗ്രത സ്വപ്നയോർ അധ്യാസിസതി വ്യവഹാര. അന്വയം പറയണ്ടേ? ജാഗ്രത സ്വപ്നകാലങ്ങളിൽ വ്യവഹാരം ഉണ്ടോ? അതിന് കാരണം എന്താ? അധ്യാസം. അധ്യാസതി വ്യവഹാര ഇത് അന്വയ. അധ്യാസാഭാവേ വ്യവഹാരാഭാവം. ഇത് അന്വയമാണോ വ്യതിരേകമാണോ? വ്യതിരേകം. വ്യതിരേകം. ഇതിന്റെ അന്വയം എന്തായിരിക്കും? എത്ര അഭ്യാസ. ഇല്ല, അന്വയവും വ്യതിരേകവും വ്യാപ്തിയും തമ്മിൽ വ്യത്യാസമുണ്ട്. അധ്യാസമില്ലെങ്കിൽ വ്യവഹാരമില്ല, അധ്യാസം ഉണ്ടെങ്കിൽ വ്യവഹാരമുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഹേതു സിദ്ധിക്കാൻ വേണ്ടിയിട്ട് ഇത് കൊണ്ട് പറ്റത്തില്ല, തരംതിരിച്ചിടേണ്ടി വരും. വ്യവഹാരത്തെ കാണിച്ചിട്ടാണ് അധ്യാസം സിദ്ധിക്കാൻ പോകുന്നത്. എത്ര വ്യവഹാര അത്ര അധ്യാസ. എന്നപ്പോഴാണ് വ്യതിരേകത്തിൽ എന്ത് കിട്ടത്തുള്ളൂ? അധ്യാസഭാവേ വ്യവഹാരാഭാവം കിട്ടത്തുള്ളൂ. എത്ര അധ്യാസവും നാസ്തി അത്ര വ്യവഹാരവും നാസ്തി എന്ന് വ്യതിരേകം കിട്ടും. അനേന ലിംഗേന കാരണതയാ അധ്യാസ സിദ്ധ്യതി. അനേന ലിംഗേന. ലിംഗമാണോ കാരണം? ലിംഗശബ്ദത്തിന് അർത്ഥം എന്താ? കാരണം എന്നല്ലേ? ഈ പങ്ക്തി പോയത് നോക്ക്. അനേന ലിംഗേന, ഏത് ലിംഗത്താൽ? വ്യവഹാരം എന്നുള്ള ഹേതു കൊണ്ട് അധ്യാസ സിദ്ധ്യതി, അധ്യാസം സിദ്ധിക്കപ്പെടുന്നു. കാരണതയാ. ആ കാരണമാണോ അധ്യാസം? അല്ല കാര്യമാണോ അധ്യാസം? രസമില്ലേ പങ്ക്തികൾ? എന്താന്ന് മനസ്സിലാവുന്നുണ്ടോ? ധൂമം കൊണ്ട് വന്നി സിദ്ധിക്കാൻ പറ്റും. എങ്ങനെ? കാരണതയാ. എന്റെ അർത്ഥം എന്താ? ധൂമത്തിന്റെ കാരണമാണ് വന്നി. കാരണരൂപത്തിൽ വന്യെ സിദ്ധിക്കാൻ പറ്റും. ഹേതു ആയിരിക്കുന്ന കാര്യത്തെ ഉപയോഗിച്ചിട്ട് എന്നർത്ഥം. ഏതിന്റെ കാര്യം? വന്യയുടെ കാര്യമായിരിക്കുന്ന ധൂമത്തെ ഹേതുവാക്കിയിട്ട് അതിന്റെ കാരണമായിരിക്കുന്ന വന്യെ സാധ്യമാക്കി സിദ്ധിക്കാൻ പറ്റും. ഇത് പിടികിട്ടിയോ? പിടികിട്ടണം. ഇതിനാണ് ന്യായം പഠിപ്പിച്ചിരുന്നത്. അനേന ലിംഗന അനേന ഹേതുന വ്യവഹാരാത്മകേന ഹേതുന, വ്യവഹാരത്തെ ഹേതുവാക്കിയിട്ട് വ്യവഹാരത്തിന്റെ കാരണരൂപത്തിൽ എന്നാണ് കാരണതയാന്ന് ഉദ്ദേശിച്ചത്. ആര്? വ്യവഹാരത്തിന്റെ കാരണമാണ് അധ്യാസം. അധ്യാസ സിദ്ധ്യതി. അപ്പോൾ സാധ്യം എന്തായിരിക്കും ഇവിടെ? അധ്യാസമാണ്. അത് കാരണമാണോ? അല്ല ഹേതുവാണോ? ഒന്നുമില്ല അല്ലേ. അതായത് വ്യവഹാരത്തിന്റെ കാരണരൂപത്തിൽ സാധ്യമായിക്കൊണ്ട് അധ്യാസം സിദ്ധിക്കപ്പെടും. ആരുടെ സാധ്യമായിട്ട്? വ്യവഹാരത്തിന്റെ സാധ്യമായിട്ട്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ബുദ്ധിപ്രവാഹം നടത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വേദാന്തം മനസ്സിലാവുന്നില്ല. അല്ലതുകൊണ്ട് തന്നെ വേദാന്ത ക്ലാസ്സിൽ ഇങ്ങനെ കൊണ്ടുപോകാൻ പാടുള്ളൂ. ഇത് നമ്മുടെ ന്യായസിദ്ധാന്ത മുക്താവിലുള്ള ഒരു ശൈലിയിൽ പഠിപ്പിക്കുന്നതാണ്. വേദാന്തം അല്ലെങ്കിൽ പഠിപ്പിക്കുക. ഇവരുടെ ഈ പ്രസംഗം പോകുന്നത് തന്നെ ആ പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട്. നിങ്ങൾ അങ്ങനെ പഠിച്ചെടുത്താൽ വിഷയം സ്പഷ്ടമാവും. ഇല്ലെങ്കിൽ ഇടയ്ക്ക് നമ്മൾക്ക് ബ്രഹ്മത്തെ കല്ലിലും കാണാൻ സാധിച്ചേക്കും. അത് വലിയ പ്രശ്നമാണ്. നമ്മുടെ ദ്വൈതികൾ ചോദിക്കും, നിങ്ങളുടെ ബ്രഹ്മ സർവ്വവ്യാപിയല്ലേ? പറ. അല്ലേ? ആണ്. അപ്പൊ കല്ലില് വ്യാപക ബ്രഹ്മം ഉണ്ടാവത്തില്ലേ? ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ കല്ലിനെ പൂജിക്കാൻ പാടില്ലേ? നമ്മൾ ചോദിക്കുന്നത്, നിങ്ങൾ കല്ലില് ബ്രഹ്മത്തെ കണ്ടാണ് പൂജിക്കുന്നത്, അല്ല നിങ്ങളുടെ ദേവത ഡേറ്റി ആണോ എന്ന് പറ. നിങ്ങളുടെ മന്ത്രം എന്താ? നിങ്ങൾ എന്തിനാണ് പ്രാണപ്രതിഷ്ഠ നടത്തിയ? അവിടെ ബ്രഹ്മത്തെ പിടിച്ച് പ്രാണപ്രതിഷ്ഠ നടത്തുമോ? ബ്രഹ്മന് പ്രാണസംബന്ധം ഇല്ലല്ലോ. അപ്പൊ എന്താണ് ഉദ്ദേശിച്ചത്? നിങ്ങൾക്ക് തന്നെ അറിയോ ഇത് ആരാണ് വ്യാപകൻ, ആരാണ് പരിച്ഛിന്നൻ എന്നുള്ളത്? വ്യാപക ചൈതന്യം തന്റെ ശരീരത്തിലില്ലേ? എന്നാ പിന്നെ തനിക്ക് ആര് ഒഴിഞ്ഞുകൂടായിരുന്നു? എന്തുകൊണ്ട് അത് ചെയ്തില്ല? താനല്ല സംസാരിക്കുന്നത്. ബോധവാനായിരിക്കുന്ന ഒരു ആത്മാവായി ശരീരത്തിൽ ഇരുന്നിട്ട് ഒന്നും തിരിച്ചു പറയാത്ത കല്ല് കയറിയിട്ട് ആരതി കൊടുക്കാൻ എന്തായിരുന്നു കാരണം?
അധ്യാസം. ठीक है. ശരീരത്തില് അഹം എന്നുള്ള ബുദ്ധി തന്നെ ഒരു അധ്യാസം. കല്ലില് ഇനി പരമാത്മാവിനെ പ്രതിഷ്ഠിക്കുന്ന ബുദ്ധിയെ അതൊരു ഒന്നൊന്നര അധ്യാസമാണ്. എന്റെ മക്കളെ, കല്ലിൽ പരമാത്മാവിനെ കണ്ടിട്ടൊന്നല്ല ഈ ആരതി ഒഴിയുന്നത്. വ്യാപക ചൈതന്യം സർവത്ര ഇരിക്കുന്നു. അപ്പൊ സർവത്ര ജീവനുണ്ടോ? ഇല്ലല്ലോ. ജീവനുണ്ടെങ്കിൽ എന്ത് വേണം? അന്ധക്കരണം വേണം. അന്ധക്കരണത്തിൽ പ്രതിബിംബിച്ചു കഴിഞ്ഞാൽ ജീവൻ. ഈ ശരീരത്തിൽ അന്ധക്കരണം ഇരിക്കുന്ന കാലത്തോളം ജീവത്വം ഉണ്ടാവും. അന്ധക്കരണം പുറമെ വിട്ടുപോകുമോ? മരിക്കുന്ന സമയത്ത് അന്ധക്കരണം പുറത്തിറങ്ങി, അതോടുകൂടി ജീവത്വം നഷ്ടപ്പെട്ടു. പിന്നെന്ത് വിളിക്കും? ജഡമെന്ന് വിളിക്കും, അല്ലെ? ഇത് മലയാളത്തിൽ സംസ്കൃതത്തിൽ അങ്ങനെ വിളിക്കത്തുള്ളൂ. അപ്പൊ കല്ലിൽ എപ്പോഴായിരുന്നു അന്ധക്കരണം കയറിയ? നമുക്കറിയത്തില്ല കേട്ടോ. നിങ്ങൾക്ക് പ്രാണനെ കയറ്റുന്നതിനിടയിൽ അന്ധക്കരണത്തെ കയറ്റാൻ പറ്റുന്ന വിദ്യ എന്നായിരുന്നു കിട്ടിയെന്ന് അറിയത്തില്ല. ഈശ്വരനെ കൊണ്ടുപോലും പറ്റാത്ത പരിപാടിയാണ് മരിച്ച ശരീരത്തിലേക്ക് പിന്നെ അന്ധകരണം തള്ളിക്കയറ്റാൻ. അതായത് ഒരു കാലത്ത് അന്ധകരണം ഉണ്ടായിരുന്ന ശരീരത്തിലേക്ക് ഈശ്വരൻ വിചാരിച്ചാലും പിന്നെ തള്ളിക്കയറ്റാൻ പറ്റത്തില്ല അന്ധകരണത്തെ. അന്ധകരണം ഒരിക്കലും ഇല്ലാത്ത കല്ലിലേക്ക് ഇതെങ്ങനെ അന്ധകരണം തള്ളിക്കയറ്റും സുഹൃത്ത്? ഈ അന്ധകരണം ഇരിക്കുമ്പോൾ മാത്രമേ അവിടെ പ്രാണസംബന്ധമുള്ളൂ. കാരണം അന്ധകരണം മാത്രമായിട്ടല്ല, 17 കലകളിൽ ഒന്ന് മാത്രമാണ് അന്ധകരണം. അറിയാലോ? ബുദ്ധി മനസ്സ് കൂട്ടിച്ചേർക്കുമ്പോഴാണ് നമ്മൾ അന്ധകരണം എന്ന് പറയുന്നത്. ജ്ഞാനേന്ദ്രവഞ്ചകം, കർമ്മേന്ദ്രവഞ്ചകം, പ്രാണവഞ്ചകം 15, ബുദ്ധിമനഃ 17. ഇതിൽ പ്രതിബിംബിക്കുമ്പോഴാണ് ഒരു ജീവൻ വരുന്നത്. മനസ്സിലായോ? ഇത് ജീവനാണ്, ആദ്യമേ ഉള്ളതാണ് ഈ 17 കലകൾ. നിങ്ങൾക്ക് ഇനിയും ഇരുന്നിട്ട് 17 കലകൾ ഉണ്ടാക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? അപ്പൊ നമ്മൾ എങ്ങനെ പ്രാണനെ കൊടുക്കും? പ്രാണന വേണോ? പ്രാണൻ അനേന ലിംഗേന കാരണതയ അധ്യാസ സിദ്ധി വ്യവഹാര രൂപ കാര്യ. അത് നമ്മൾ ഒന്ന് കഴിഞ്ഞ് കോമയിട്ടതോടുകൂടി അനുമാനവാക്യ പ്രയോഗം തീർന്നു. ഇനി നമ്മൾ ഇതിന്റെ മുന്നേ പറഞ്ഞിരുന്നു അർത്ഥാപത്തി. തത്ര പ്രമാണ പ്രശ്നേ വ്യവഹാര അർത്ഥാപത്തി എന്നുള്ള വ്യവഹാര അന്യഥ അനുപത്തി രൂപ അർത്ഥാപത്തി ഒരു പ്രമാണം. അതിനെക്കുറിച്ചാണ് ഇനി സംസാരിക്കുന്നത്. മനസ്സിലായത് എവിടെയാ പങ്ക്തി വന്നത് എന്നുള്ളത്? ഉച്ചത എന്നുള്ളതിന്റെ മുന്നേ 7ാമത്തെ പങ്ക്തിയില് ടീക്കയില് അതിനെ വിശദീകരിക്കുകയാണ് ഇനി ഇപ്പോൾ. വ്യവഹാര രൂപ കാര്യ അനുപത്യ. ഏതിന്റെ കാര്യമാണ് ഈ വ്യവഹാരം? അധ്യാസത്തിന്റെ. അധ്യാസത്തിന്റെ കാര്യമായിരിക്കുന്ന വ്യവഹാരം അധ്യാസമില്ലെങ്കിൽ നടക്കത്തില്ല. എന്ന് പറഞ്ഞാൽ അധ്യാസം വിന വ്യവഹാര അനുപത്യ. അന്യഥ എന്ന് പറയുന്ന അർത്ഥം ഇല്ല എങ്കിൽ. ആരില്ല എങ്കിൽ? അധ്യാസം ഇല്ല എങ്കിൽ. അനുപത്തി ആരുടേതാ? വ്യവഹാരത്തിന്റെ അനുപത്തി. അതുകൊണ്ട് ആര് സിദ്ധിക്കപ്പെടും ലിജെ? വ്യവഹാരം സിദ്ധിക്കപ്പെടുവോ? അധ്യാസം സിദ്ധിക്കപ്പെടുവോ? അധ്യാസം. ഒന്നാമത് മൊത്തം പറഞ്ഞ്. വ്യവഹാരത്തിന്റെ കാരണം സാധ്യമായിക്കൊണ്ട് അധ്യാസം സിദ്ധിക്കപ്പെടും. വ്യവഹാരത്തിന്റെ കാര്യമായിരിക്കുന്ന അധ്യാസത്തെ കാരണമായിരിക്കുന്ന വ്യവഹാരത്തിൽ നിന്ന് സിദ്ധിക്കപ്പെടും. കാരണം എന്നുള്ളത് ശരിക്കും അധ്യാസത്തിന്റെ കാര്യമാണ്. പക്ഷെ ഇത് ആ അനുമാന സ്ഥലമാണ്. എന്നാലും പറഞ്ഞ വിഷയമൊന്നുമില്ല. ശരിക്കേ? അന്യഥ എന്ന് പറഞ്ഞാൽ അധ്യാസമില്ല എങ്കിൽ വ്യവഹാരം കാര്യമായിരിക്കും, വ്യവഹാരം നടക്കത്തില്ല എന്നുള്ളത് കൊണ്ട് വ്യവഹാരമായിരിക്കുന്ന കാര്യം ഇവിടെ കാണുന്നതിനാൽ അതിന്റെ കാരണമായിരിക്കുന്ന അധ്യാസം സിദ്ധിക്കും. നനു ഇനി നമ്മുടെ ഭാഷത്തെ മൊത്തം വിശദീകരിക്കാം കേട്ടോ. അതെന്താന്നുള്ളത് നോക്കിയോ. നനു മനുഷ്യത്വാദി ജാതിമതി ദേഹേ. ഈ ദേഹത്തിൽ മനുഷ്യത്വം എന്നുള്ള ജാതിയുണ്ട്. ജാതി എന്ന് പറയുന്ന അർത്ഥം, ജാതിയുടെ ലക്ഷണം പറഞ്ഞേ. സാമാന്യം കിം, ആരുമില്ല. തർക്കസംഗ്രഹത്തിന്റെ മൂലപാഠം മൊത്തം ആവശ്യമുണ്ട് നമുക്ക്. നിത്യം ഏകം അനേകാനുഗതം സാമാന്യം. നിത്യത്വസതി ഏകത്വസതി അനേകാനുഗതത്വം സാമാന്യത്തെ ലക്ഷണം. അപ്പോൾ അനേക ഘട്ടങ്ങളിൽ ഘടത്വം ഒരു ജാതി ആയതുപോലെ അനേക മനുഷ്യന്മാരിൽ ഒരു ജാതിയാണ് മനുഷ്യത്വം. അപ്പോൾ മനുഷ്യത്വാദി ജാതിമതി കസ്മിൻ ദേഹേ. മനുഷ്യത്വാദി, മനുഷ്യത്വം, ബ്രാഹ്മണത്വം, ക്ഷത്രിയത്വം എന്നിങ്ങനെ ജാതി പറഞ്ഞു പോകും. കാരണം ഇനിയും വർണ്ണാശ്രമാദി കർമ്മങ്ങൾ പറയുമ്പോൾ താദൃശ ജാതിയെ കൊണ്ടുവന്ന് പറ്റത്തുള്ളൂ. മനുഷ്യത്വാദി ജാതിമതി ദേഹേ. ദേഹത്തിലാണ് ജാതി ഇരിക്കുന്നത്. ആത്മാവിൽ ജാതി ഇരിക്കുകയോ? ഈച്ച ചത്തങ്ങ് പൂച്ചയായിടുന്നു എന്ന് പറയുന്ന സമയത്ത് ഈച്ചത്വം പോയിട്ട് പൂച്ചത്വം കയറി കയറും. ജാതി മാറിയിട്ട് മനുഷ്യത്വാദി ജാതി മതി ദേഹേ. അഹമിതി അഭിമാന മാത്രാദി വ്യവഹാര സിദ്ധ്യതു കിമിന്തി ഇന്ദ്രിയാദിഷു മമ അഭിമാനേന. പൂർവപക്ഷി ചോദിക്കുകയാണ്, മനുഷ്യത്വം എന്നുള്ള ജാതി ഇരിക്കുന്ന ദേഹത്തില് അഹം എന്ന് അഭിമാനിക്കുന്നത് കൊണ്ട് മാത്രം അഹമിത്യ അഭിമാന മാത്രാത് വ്യവഹാര സിദ്ധ്യതു. വ്യവഹാര സിദ്ധിക്കട്ടെ. ഏത് വ്യവഹാരത്തിനും ഞാൻ എന്നുള്ള അഭിമാനം മാത്രം മതി തത്തത് ദേഹങ്ങളില്.
അല്ലാതെ എന്തിനാണ് അധ്യാസം, ഇന്ദ്രിയാദി അധ്യാസം എന്തിനു മാനിച്ചു? കിം ഇന്ദ്രിയാദിഷു മമ അഭിമാനേന, ഇന്ദ്രിയാദികളിലെ മമ എന്നും ദേഹത്തിലെ അഹം എന്നുള്ള അഭിമാനം കൊണ്ട്, ദേഹത്തിലെ അഹം അഭിമാനം വിട്, ഇവിടെ ഇപ്പോൾ ഇന്ദ്രിയത്തിന്റെ അഭിമാനം മാത്രമേ എടുക്കുന്നുള്ളൂ. എന്തിനാണ് ഇന്ദ്രിയത്തിൽ മമ എന്നുള്ള അഭിമാനം ആവശ്യപ്പെടുന്നത്? അതിന്റെ ആവശ്യമില്ലല്ലോ. ഇതിന് ഉത്തരം പറയാണ് ഭാഷ്യത്തില് ലാസ്റ്റ് പങ്ക്തി 20 ഭാഷ്യം കാണും, 4-ാം പങ്ക്തി. നഹി ഇന്ദ്രിയാണി അനുപാതായ പ്രത്യക്ഷാദി വ്യവഹാര സിദ്ധി. ഇന്ദ്രിയാദികൾ ഗ്രഹിച്ചിട്ടില്ല എങ്കിൽ, ഇന്ദ്രിയമില്ലെങ്കിൽ പ്രത്യക്ഷ ജ്ഞാനം ഉണ്ടാകത്തില്ല. ലിംഗം ഏതുമില്ലെങ്കിൽ അനുമതിയില്ല. ശബ്ദപ്രമാണമില്ലെങ്കിൽ ശബ്ദമില്ല. ഉപമാനമില്ലെങ്കിൽ ഉപമിതിയില്ല. അർത്ഥാപത്തിയില്ലെങ്കിൽ അർത്ഥാപത്തിയില്ല. അനുപലബ്ധിയില്ലെങ്കിൽ അഭാവജ്ഞാനം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് തത്തത്ത് ഹേതുക്കളെ, കാരണങ്ങളെ, പ്രമാണങ്ങളെ എടുത്തുകൊണ്ട് മാത്രമാണ് വ്യവഹാരം. അതപ്പോ എന്ത് പറ്റും? ഒരു പ്രത്യക്ഷജ്ഞാനം ഉണ്ടാകുമ്പോൾ പ്രമാദ എന്നുള്ള വ്യവഹാരം നടക്കും, അല്ലേ? അതായത് പ്രമേയം ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രമാദ എന്നുള്ള വ്യവഹാരം നടക്കും. ആ പ്രമാദ എന്നുള്ള വ്യവഹാരം നടക്കണമെങ്കിൽ എന്ത് വേണം? പ്രമ വേണം. പ്രമയ്ക്ക് എന്ത് വേണം? ഇന്ദ്രിയാദികൾ വേണം. ഇന്ദ്രിയാദികൾ എവിടെയാ വേണ്ടത്? എവിടെയാണോ പ്രത്യക്ഷ പ്രമ ഉത്പന്നമായത്? ആർക്കാ പ്രത്യക്ഷ പ്രമ ഉത്പന്നമായത്? പ്രമാതാവിന്. അപ്പം പ്രമാതാവിൽ എന്ത് വേണം? പ്രമാണം വേണം. മനസ്സിലായോ? ഇട്ടീക്ക നോക്കുക. ഇന്ദ്രിയപദം ലിംഗാദേരപ്യുപലക്ഷണം. ഉപലക്ഷണം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഉപലക്ഷണത്വം കിം അത് വേറെ ലക്ഷണ സ്ഥലത്ത്. ഈ ഉപലക്ഷണത്വം 2 സ്ഥലത്ത് വരും. വിശേഷണം ഉപലക്ഷണം ഉപാധി എന്നുള്ള സ്ഥലത്ത് ലക്ഷണം വേറെയാണ്. അത് കോണ്ടെക്സ്റ്റ് നോക്കി സംസാരിക്കേണ്ടിയിരുന്നു കുട്ടികളെ. ഇവിടെ ഉപലക്ഷണം വേറെ. ഇവിടെ സിമ്പിൾ ആണത്. പുതിയ ആൾക്കാർ എഴുതിയെടുത്തോ. തത് ഗ്രാഹകത്വ സതി തദിതര ഗ്രാഹകത്വം ഉപലക്ഷണത്വം. തത് ഗ്രാഹകത്വ സതി തദിതര ഗ്രാഹകത്വം ഉപലക്ഷണത്വം. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? ഇന്ദ്രിയത്തെ ഗ്രഹിച്ച്, ഇന്ദ്രിയ പദം എന്നുള്ളത് ലിംഗാദികളുടെയും ഗ്രാഹകനാകുന്നു. അപ്പൊ ഇന്ദ്രിയം മാത്രല്ല, പിന്നെ ആരായി? ലിംഗം. ലിംഗം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഹേതു. പിന്നെ ആര് വരും? 2 പറഞ്ഞു ഞാൻ. പ്രത്യക്ഷം, ലിംഗം. പിന്നെ എന്ത് വരും? വഴിയുണ്ട്. വഴിവെട്ടിയിട്ടാണ്. അത് പിടിച്ചു പോയിരുന്നുവെങ്കിൽ സുഖമായിട്ട് മനസ്സിലായത് എന്താ സംഭവിക്കുന്നത്. അതല്ല, നിങ്ങൾ ആരും ഞാൻ ചോദ്യം ചോദിക്കുന്നതും ഉത്തരം പറയിപ്പിക്കുന്നതും ഈ പരമ്പരാ വഴിക്ക് കയറി വരണ്ടിട്ടാണ്. ഒന്ന് ഇവരുടെ ടൂള് നമ്മുടെ കയ്യിൽ. ഇവരെങ്ങനെയാണ് തിങ്കിങ് പാറ്റേൺ ഉണ്ടല്ലോ, അതാദ്യം മനസ്സിലാക്കണം എങ്ങനെയാണ്. പിന്നെ പഠിപ്പിച്ച സാധനം ഓർമ്മയിൽ വേണം. എങ്കിൽ അടുത്ത ഉത്തരം പറയുമ്പോൾ അടുത്ത സ്റ്റെപ്പ് വെച്ച് പോകാം. ഈ ദേവത പരമാത്മാവാണോ ജീവനാണോ? ജീവനാണോ? ജീവനാണ് സാധനം. പിന്നെ നിങ്ങൾ കല്ലിൽ പരമാത്മാവില്ലേന്ന് ചോദിച്ചു പോന്നേ. ജീവൻ പരമാത്മാവാണെന്നുള്ള നിങ്ങളുടെ തിരിച്ചറിവാണ് അത് ചെയ്യിച്ചത്. കല്ലിൽ പരമാത്മാവില്ലേ എന്നുള്ളത് അല്ലേ? വലിയ ചോദ്യമൊക്കെ എടുത്തു വെക്കുക. ചോദ്യം വെക്കുന്നവന് പോലും അറിയത്തില്ല ഇതിലൂടെ പോകുന്നുള്ളത്. ഇത് എന്തുകൊണ്ടാണോ? പ്രത്യക്ഷാദി ഇത്യാദി പദപ്രയോഗാത്. ഇന്ദ്രിയാദി എന്നുള്ളതിന് ശേഷം എവിടെയുള്ളത്? ഇന്ദ്രിയാണി അനുപാതായ പ്രത്യക്ഷാദി എന്നുള്ള സ്ഥലത്ത് ആദിപദം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ദ്രിയാണി എന്നുള്ളത് ഇന്ദ്രിയാദി എന്നില്ലല്ലോ, ഇന്ദ്രിയാണി എന്നല്ലേ ഉള്ളൂ. ഇന്ദ്രിയങ്ങൾ ബഹു ഉണ്ടല്ലോ. പക്ഷെ അതിനുശേഷം പ്രത്യക്ഷാദി എന്ന് പ്രമയുടെ വിഭാഗം പറഞ്ഞത് കൊണ്ട് പ്രമാണത്തിന്റെ വിഭാഗം കണ്ടുകൊള്ളണം. കൂടി കിട്ടിയോ? തഥാച പ്രത്യക്ഷാദി ലിംഗാദി പ്രയുക്തോ യോ വ്യവഹാരോ ദ്രഷ്ട അനുമാദ ശ്രോത അഹം ഇത്യാദി രൂപ സ ഇന്ദ്രിയാദീനി മമദാസ്പദാനി അഗൃഹീത്വ ന സംഭവതി ഇത്യർത്ഥഃ. ഈ വാക്യത്തെ അന്വയിച്ചിരിക്കുകയാണ്, ഭാഷ്യവാക്യമാണിത്. തഥാച അപ്രകാരം പ്രത്യക്ഷാദീനി പ്രയുക്തോ യോ വ്യവഹാര. പ്രത്യക്ഷ ലിംഗാദി പ്രയുക്ത. പ്രത്യക്ഷം കൊണ്ട് പ്രത്യക്ഷജ്ഞാനം, ലിംഗം കൊണ്ട് അനുമതി, ഇങ്ങനെ ഇരിക്കുന്ന യാതൊരു ജ്ഞാനാത്മക വ്യവഹാരം ഉണ്ടോ? അതിനുശേഷം എന്ത് മാറും? ഞാനുള്ളവനെ ആരായിട്ട് മാനിക്കും? ദ്രഷ്ടാശ്രോത മന്ദ എന്നുള്ള വ്യവഹാരമുണ്ട്. ഓക്കെ. അപ്പോൾ എടുത്തിരിക്കുന്ന യോ വ്യവഹാരോ, വ്യവഹാരത്തിന്റെ അർത്ഥം ജ്ഞാനം ചെയ്യാതെ ജ്ഞാതാവിലേക്ക് പോയി. അതാണ് ദ്രഷ്ട അനുമാദ. അഹം ദ്രഷ്ട. കണ്ടു കഴിയുമ്പോൾ ഞാൻ ദ്രഷ്ട, കേട്ട് കഴിഞ്ഞാൽ ഞാൻ ശ്രോത, അനുമാനം നടത്തിയാൽ ഞാൻ അനുമാദ. അഹം ഇത്യാദി രൂപ വ്യവഹാരമായിട്ട് തന്നെ വെച്ചോ. ഇങ്ങനെ ഇരിക്കുന്ന യാതൊരു വ്യവഹാരം ഉണ്ടോ? സഹ വ്യവഹാര, ആ വ്യവഹാരം ഇന്ദ്രിയാദീനി, അത് എങ്ങനെയുള്ള ഇന്ദ്രിയങ്ങൾ? മമത ആസ്പദാനി, എന്റെ ഇന്ദ്രിയങ്ങൾ എന്നാണ് ബോധം.
അങ്ങനെ ഇരിക്കുന്ന എന്റെ എന്നുള്ള ബോധത്തിന് വിഷയമായിരിക്കുന്ന ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയാദീനി ദ്വിതീയ ബഹുവചനാക്കി എടുക്കുക. അഗ്രഹിത്വ ഗ്രഹിച്ചില്ലായിരുന്നു എങ്കിൽ ന സംഭവതി എന്ത് സംഭവിക്കത്തില്ലായിരുന്നു? സന സംഭവതി സഹ കഹ വ്യവഹാര വ്യവഹാരം സംഭവിക്കത്തില്ലായിരുന്നു. എപ്പോൾ? ഇന്ദ്രിയങ്ങളെ ഗ്രഹിച്ചില്ലായിരുന്നു എങ്കിൽ. ഇന്ദ്രിയങ്ങളുടെ ഗ്രഹണം എങ്ങനെയാ? ഇന്ദ്രിയങ്ങളെ ചേതനൻ തലയിലെടുത്തുണ്ടോന്നാണോ? അധ്യാസമാണിത്. ചേതനുമായിട്ട് ഇന്ദ്രിയമായിട്ടുള്ള താതാത്മ്യ അധ്യാസ രൂപഗ്രഹണം ഇല്ലായിരുന്നു എങ്കിൽ ചേതനൻ ഒരിക്കലും ഞാൻ പ്രമാതാവെന്നോ ഞാൻ ദ്രഷ്ടാവെന്നുള്ള വ്യവഹാരം സംഭവിക്കത്തില്ലായിരുന്നു എന്നർത്ഥം. അല്ലെങ്കിൽ എങ്ങനെ അന്വയിക്കുക? യദ്വാ താനി മമത്വേന അനുപാതായ യോ വ്യവഹാരസ്ഥനേതി യോജന. അല്ലെങ്കിൽ ഇങ്ങനെ അന്വയിക്കുക, താനി ഇന്ദ്രിയാണി ആ ഇന്ദ്രിയങ്ങളെ മമത്വേന അനുപാതായ എന്റെ ഇന്ദ്രിയങ്ങൾ എന്ന് ഗ്രഹിച്ചില്ലായിരുന്നു എങ്കിൽ ഒരു ഓമേട്ടു യോ വ്യവഹാര യാതൊരു വ്യവഹാരമാണോ സംഭവിക്കേണ്ടിയിരുന്നത് സനൈതി അത് സംഭവിക്കത്തില്ല എന്ന് അന്വയിച്ചു. അത് രണ്ട് സ്ഥലത്ത് നെഗറ്റീവ് ആണെങ്കിൽ ഇവിടെ ആദ്യം നെഗറ്റീവ് പറഞ്ഞിട്ട് പിന്നെ പോസിറ്റീവിലേക്ക് കയറുകയാണ്, പിന്നെ നിഷേധിക്കണം. ഇങ്ങനെ ചെറിയ വ്യത്യാസമുണ്ട് അന്വയത്തിന്. ഇനി ഓരോ അന്വയത്തിന്റെയും ഘടന വിശദീകരിക്കുകയാണ്. പൂർവത്ര ഉദ്ദേശം എന്താണ്? ആഗ്രഹിത്വ വ്യവഹാരണ സംഭവതി എന്നുള്ള അന്വയം വന്നിരുന്നു. അതിന് ഉത്തരം പറയും. അതിനെ എങ്ങനെയാണ് അന്വയിച്ചത് പറയണം. പൂർവത്ര അനുപാദാന അസംഭവ ക്രിയോർ ഏകോ വ്യവഹാരകർത്ത ഇതി ത്വാപ്രത്യയ സാധു. രണ്ട് സ്ഥലത്തും ത്വാപ്രത്യയത്തിന് ശേഷം ലെപ്പ് കാണാം, അനുപാദായ. ടീക്കെ, ഇതെങ്ങനെ വന്നു എന്നുള്ളതാണ്. രണ്ടിന്റെയും കർത്ത ഒരാളാവുമ്പോഴല്ലേ ത്വാ വരത്തുള്ളൂ. ഇതെങ്ങനെ വന്നു? ഒന്നാമത്തെ അന്വയത്തില് അനുപാദാനത്തിന്റെയും ക്രിയാഭാവത്തിന്റെയും ഒരേ കർത്താവായതിനാൽ ഗ്രഹിക്കാത്തത് കൊണ്ട് വ്യവഹാരം നടന്നില്ല. ഇതിന്റെ രണ്ടിന്റെയും കർത്താവ് ഒരാളായതുകൊണ്ട് ത്വാപ്രത്യയം സമന്വയിക്കാമെന്നർത്ഥം. രണ്ടാമത്തതിൽ എന്താണ്? ഉത്തരത്ര എന്ന് പറയുന്നത് യദ്വ എന്നതിന് ശേഷം തുടങ്ങിയ ഭാഗമാണ്. അനുപാദാന വ്യവഹാരയോർ ഏകാത്മക കർത്തൃകത്വാത്. അനുപാദാനത്തിന്റെയും വ്യവഹാരത്തിന്റെയും മറ്റു വ്യവഹാര അഭാവം എന്ന് പറയുന്നത് ഉപാദാനം ഗ്രഹിക്കാത്തത് കൊണ്ട്, ഇന്ദ്രിയങ്ങളെ ഗ്രഹിക്കാത്തത് കൊണ്ട് ഏതൊരു വ്യവഹാരമായിരുന്നു പോകും. അപ്പൊ വ്യവഹാരത്തിന്റെയും അനുപാദാനത്തിന്റെയും കർത്ത ഒരാളായതുകൊണ്ട് സ്വാപ്രത്യം വരുത്താം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? സന എന്ന് അന്വയിക്കുക. ഗ്രഹിക്കാത്തത് കൊണ്ട് യാതൊരു വ്യവഹാരമാണ്, വ്യവഹാരം ചെയ്യേണ്ട വ്യക്തി തന്നെ ഗ്രഹിച്ചുമില്ല, അങ്ങനെ അന്വയം ചെയ്യണം. എന്നിട്ട് വ്യവഹാരമില്ലാത്തത് കൊണ്ട് തന്നെ ഗ്രഹിക്കാത്തത് കൊണ്ട് തന്നെ, ഇന്ദ്രിയ ഗ്രഹണം നടക്കാത്തത് കൊണ്ട് തന്നെ വ്യവഹാരം സംഭവിച്ചില്ല. ഇന്ദ്രിയാദിഷു മമ്മ ഇതി അധ്യാസഭാവേ അന്ധാതിരിവ ദ്രഷ്ടത്വാദി വ്യവഹാരോ ന സ്യാദിതി ഭാവഃ. അന്ധന് ദ്രഷ്ട എന്നുള്ള വ്യവഹാരം നടക്കുവോ? ഞാൻ ദ്രഷ്ടാവാണെന്നുള്ള. അന്ധനും കണ്ണു കാണാൻ പാടില്ലേ? അന്ധൻ കണ്ണു പൂട്ടിയാൽ കാണത്തില്ല, കണ്ണു തുറന്നാൽ അന്ധനും കാണാൻ പാടില്ലേ? ഈ ഒരു അന്ധൻ വിചാരിച്ചാൽ സൂര്യാലോകം കാണാൻ പറ്റുമോ? സൂര്യനെ കാണാൻ പറ്റുമോ? പക്ഷെ ഒരു 100 അന്ധന്മാർ ഒന്നിച്ചിരുന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ സൂര്യനെ കാണാൻ പറ്റില്ലേ? എന്താ? ഒരു അന്ധനെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ 100 അന്ധന്മാർ വിചാരിച്ച എന്തുകൊണ്ട് പാടില്ല? അതുകൊണ്ട് അജ്ഞാനിയായിരിക്കുന്ന ഗുരുക്കന്മാര് എത്ര പേരിടുന്ന് ശ്രമിച്ചാലും ശരിക്ക് വലിയ പാടാ സിദ്ധാന്തം ഉണ്ടാക്കിയെടുക്കാൻ. നിങ്ങൾ എവിടെയെങ്കിലും മിസ്റ്റേക്ക് കാണിക്കും. കാരണം നിങ്ങളെല്ലാവരും ജഗത്ത് സൃഷ്ടിച്ച പരമാത്മാവ് ഒരാൾ വേറെ ഉണ്ട്. അങ്ങനെ ഒരു നിത്യജ്ഞാനി ആയിരുന്നു. അതുകൊണ്ട് സോക്കോള് ഗുരുക്കന്മാര് എന്ത് തോന്നിയാസം വിളിച്ച് പറഞ്ഞിട്ട് ആളെ കൂട്ടിയാലും പിടിക്കപ്പെടുന്നു പറഞ്ഞാൽ അവർ അജ്ഞാനിയാണെന്ന് സുഖമായിട്ട് സിദ്ധിക്കാൻ പറ്റും അല്ലേ? വ്യവഹാരത്തിന്റെ ഭൂമി എടുത്തങ്ങോട്ട് കാണിച്ചു കൊടുത്താൽ എന്തായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത്? ഇത്രയൊക്കെയല്ലേ? സ്വന്തം ആശ്രമം 5 എഴുതി കൊടുത്തിട്ട് ജ്ഞാനിയാണെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളൊക്കെ എത്ര വലിയ ജ്ഞാനികളായിരിക്കും അല്ലെ? അജ്ഞാനി എങ്ങനെ തുള്ളിയാൽ ജ്ഞാനിയായി കളിച്ചാലും സുഖമായിട്ട് മനസ്സിലാവും ഇത് വലിയൊരു അജ്ഞാനിയായിരുന്നു. പിന്നെ ന്യായീകരിക്കാൻ ഇറങ്ങേണ്ടി വരും. ന്യായീകരണ തൊഴിലാളികൾ നിങ്ങൾ നോക്കിയാൽ മതി. ഒരു കൾട്ട് മാത്രമേ അതിന്റെ കൂടെ ഉണ്ടാകത്തുള്ളൂ. അതിനൊരു സ്വഭാവമുണ്ട്. കൾട്ടുണ്ടാക്കുക അതാണ്. ഒരു ജ്ഞാനി ആവുന്നതിനെക്കാട്ടും നല്ലത് ജ്ഞാനിയാണെന്ന് അഭിനയിക്കുന്നതാണ്. കാരണം ഒരു വീട്ടുകാർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും, ഒരു 10 പീടിക്കുള്ള സാധനം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ നല്ലൊരു തിരിച്ചു വരവ് കിട്ടുന്ന ഒരു സംഭവമാണ് സ്പിരിച്വാലിറ്റി. ചുരുങ്ങിയ പരിപാടിയിൽ നല്ലൊരു പ്രസ്ഥാനമൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അഭിനയിക്കാൻ അറിയണമെന്ന് മാത്രം. ഇന്ദ്രിയാദിഷു മമ ഇതി അധ്യാസഭാവേ, ഇന്ദ്രിയാദികളിൽ എന്റെ എന്നുള്ള അഭിമാനം ഇല്ലായിരുന്നുവെങ്കിൽ അന്ധാതിരിവ അന്ധന്മാരെ പോലെ തന്നെ, അന്ധൻ ബദിരൻ ഇവരെ പോലെ തന്നെ ദ്രഷ്ടത്വാദി വ്യവഹാരം സ്യാദ്, ദ്രഷ്ടാ ശ്രോത മന്ദ എന്നുള്ള വ്യവഹാരം നടക്കത്തില്ലായിരുന്നു. എന്തുകൊണ്ടാ? ഇന്ദ്രിയ അഭാവ. ഏതുപോലെ? അന്ധാധീനമിവ,
ठीक ഇവിടെ വ്യവഹാരം നടക്കുന്നുണ്ടോ? ഉണ്ട്. അതുകൊണ്ട് എന്തുണ്ട്? ഇന്ദ്രിയങ്ങളുണ്ട്. ആത്മ ഇന്ദ്രിയ സ്വരൂപല്ലേ? അല്ല. ആത്മ പ്രാണസ്വരൂപല്ലേ? അല്ല. ഈ പ്രാണോപാസകന്മാര് പ്രാണോപാസന എന്നുള്ളത് മൂക്കിൽ വലിത്തമല്ലേ? അല്ല. അല്ല. പ്രാണോപാസന വേറെയാണ്, പ്രാണനെ മൂക്കിൽ വലിക്കുന്നത് വേറെയാണ് മക്കളെ. രണ്ടുപേരെന്താ വിചാരിച്ചിരിക്കുന്നത്? പ്രാണൻ ആത്മാവെന്ന. അങ്ങനെയുണ്ട്. ठीक തസ്മാത് ആത്മന പ്രാണ വിച്ഛരന്തി എന്നുള്ളത് അവർക്ക് പ്രമാണമല്ല. പ്രാണൻ ഉത്പന്നമാവുകയാണ് ആത്മാവിൽ നിന്ന്. പ്രശ്നോപനിഷത്താദികൾ നോക്കിയാൽ മതി, പ്രാണന്റെ ഉത്പത്തി കാണാം. പ്രാണൻ ജഡമാണോ ചേതനാണോ? ജഡം. പ്രാണൻ ജഡമാണോ? പിന്നെ ഇതിനാണ് പ്രാണൻ പോയി എന്ന് പറയുന്നത്. വരികയും പോവുകയും ചെയ്യുന്ന എല്ലാം ജഡം. പ്രാണനേ പോകാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്ന അർത്ഥം ആത്മാവിന് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. മനസ്സിലായോ? പോക്കും വരവുള്ളവൻ ജഡസ്വരൂപനാണ്. അല്ല, ജീവൻ മരിച്ചാൽ പോവൂലേ? ജീവൻ മരിച്ചാൽ ജീവൻ സ്വർഗനരക ഗമനം നടത്തൂലേ? ജീവൻ പോവില്ലേ സ്വാമിജി? കലകൾ മാത്രം. ജീവൻ മരിച്ചാൽ ജീവന് സ്വർഗനരക ഗമനം ഇല്ലേ നിങ്ങളെ ശാസ്ത്രത്തില്? ഉണ്ട്. അപ്പൊ ആത്മാവ് പോകുന്നില്ലേ? ആത്മാവ് പോകുന്നില്ല. ആത്മാവ് പോകുന്നില്ലേ? പിന്നെ ആരാ പോകുന്നത്? സൂക്ഷ്മ ശരീരം. സൂക്ഷ്മ ശരീരം പോകത്തുള്ളൂ. സൂക്ഷ്മ ശരീരം അവിടെ എത്തുമ്പോഴേക്ക് ഇവിടെ ഇരിക്കുന്ന ആത്മാവിന് അവിടെ എങ്ങനെ ബോധം നടത്താൻ പറ്റും? ആത്മാവ് സർവവ്യാപിയാണ്. അതാണ്. ठीक ആത്മാവ് ഏകനായിരിക്കുന്ന സർവ്വവ്യാപിയാണ്. തത്തത് ദേശാവച്ഛേദേന തത്തത് അന്ധകരണങ്ങളിലൂടെ തത്തത് ഭോഗം നടത്തും. നിങ്ങളുടെ ഇന്നത്തെ അദ്വൈതസിദ്ധിയായിട്ട് ബന്ധപ്പെടുത്തണം. ഏകജീവവാദത്തിലൊക്കെ ഇത് ബന്ധപ്പെട്ട് കിടക്കും. ഇന്ദ്രിയ അധ്യാസേന ഏവ വ്യവഹാരാത്, ഇന്ദ്രിയങ്ങളുടെ അധ്യാസം കൊണ്ട് മാത്രം വ്യവഹാരം നടക്കുമെന്നിരിക്കെ അലം ദേഹാധ്യാസേന ഒരുപക്ഷെ ഉന്നയിക്കുകയാണ്. ഇന്ദ്രിയാധ്യാസം പോരെ വ്യവഹാരത്തിന്, എന്തിനാണ് ദേഹാധ്യാസം? അതാഹ, അതിന് ഉത്തരം പറയാണ് ഭാഷ്യങ്കാണ്. എന്നുവെച്ചാ അധിഷ്ഠാന മന്ത്രേണ ഇന്ദ്രിയാണ് വ്യവഹാര സംഭവതി. ഒരധിഷ്ഠാനം ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ദ്രിയങ്ങൾക്ക് വ്യവഹരിക്കാൻ പറ്റത്തില്ല. ഇന്ദ്രിയങ്ങളുണ്ട്, പക്ഷെ ഇന്ദ്രിയങ്ങൾക്ക് വ്യവഹരിക്കണമെങ്കിൽ എന്ത് വേണം? ഒരു സ്ഥൂല അധിഷ്ഠാനം വേണം. അപ്പൊ സ്ഥൂല ശരീരം വിട്ടുകഴിഞ്ഞാൽ സൂക്ഷ്മ ശരീരം മാത്രമായിട്ടിരിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന സൂക്ഷ്മ ശരീരത്തിന്റെ ഭാഗമല്ല ഇന്ദ്രിയം, അതൊരിക്കലും വ്യവഹരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ദേവതകൾക്കും വ്യവഹരിക്കണമെങ്കിൽ ഒരു സ്ഥൂല ശരീരമുണ്ട്. ദേവതയുടെ സ്ഥൂല ശരീരം, ദേവതയ്ക്ക് സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും ഉണ്ട്. ജീവനാണെങ്കിൽ എല്ലാവർക്കും സൂക്ഷ്മ ശരീരം ഉണ്ടാവും. ദേവതകളും സൂക്ഷ്മ ശരീരങ്ങൾ നിലനിർത്തണം, കാരണം ജീവനാണ്. പിന്നെയുള്ളത് എന്താണ്? സ്ഥൂല ശരീരം. ദേവതയ്ക്കും നമ്മൾക്കുള്ളതുപോലെ തന്നെ സ്ഥൂല ശരീരമുണ്ട്, പക്ഷേ അത് സ്ഥൂലത്തിൽ സൂക്ഷ്മമായതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്. ഇനി ടീക്ക. ഇന്ദ്രിയാണാം അധിഷ്ഠാനം, അധിഷ്ഠാനത്തിന്റെ അർത്ഥമാണ് ആശ്രയ എന്നുള്ളത്. ആരായിരിക്കും? ശരീരം ഇത്യർത്ഥ. അപ്പൊ ശരീരമില്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾക്ക് വ്യവഹരിക്കാൻ പറ്റത്തില്ല. ഇനി അടുത്ത ചോദ്യം ടീക്കയിൽ തന്നെയാണ്, 21-ാം പേജിൽ. നനു അസ്തു ആത്മനാ സംയുക്തം ശരീരം തേഷാം ആശ്രയ കിം അധ്യാസേന. പൂർവപക്ഷി പറയാണ് അധ്യാസത്തിന്റെ ആവശ്യമില്ല. ആത്മനാ സംയുക്തം ശരീരം, ആത്മാവായിട്ട് സംയോഗ സംബന്ധത്തിലിരിക്കുന്ന ശരീരമായിരിക്കട്ടെ ഇന്ദ്രിയങ്ങളുടെ ആശ്രയം. അപ്പൊ ഇന്ദ്രിയങ്ങൾക്ക് ഇരിക്കാൻ ഒരു ശരീരം വേണം. ആ ശരീരവുമായിട്ട് ആത്മാവിന് എന്താണ് സംബന്ധം? സംയോഗം. എന്തല്ല? ആധ്യാസികമല്ല. ആധ്യാസികം മാനിച്ചാൽ പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് പല സ്ഥലത്തും പൂർവപക്ഷി ആധ്യാസിക സംബന്ധം മാനിക്കാത്തത്. അപ്പം ഇതിന് ഉത്തരം പറയണം. ഭാഷ്യം കാണിനി 21-ാം പേജിൽ ഭാഷ്യം. എന്നുവെച്ച അനധ്യസ്ഥ ആത്മഭാവേന ദേഹേന കശ്ചിത് വ്യാപ്രിയതേ. ആത്മാവുമായിട്ട് ദേഹത്തിന്റെ അധ്യാസം നടന്നിട്ടില്ല എങ്കിൽ, അനധ്യസ്ഥ ആത്മഭാവേന, ആത്മാവിന്റെ അധ്യാസം ദേഹമായിട്ട് നടന്നിട്ടില്ല എങ്കിൽ ന കശ്ചിത് വ്യാപ്രിയതേ, ഒരു വ്യാപാരവും നടക്കത്തില്ലായിരുന്നു. ഇന്ദ്രിയ വ്യാപാരം നടക്കണമെങ്കിൽ എന്ത് വേണം? ഇന്ദ്രിയമുള്ള ദേഹത്തിന് ആത്മാവുമായിട്ടും അധ്യാസം വന്നിരിക്കണം. എങ്കിൽ മാത്രമേ ദേഹത്തിലൂടെ ഇന്ദ്രിയങ്ങൾക്ക് വ്യവഹാരം നടത്താൻ പറ്റത്തുള്ളൂ, ദേഹത്തിന്റെ വ്യവഹാരം നടക്കത്തുള്ളൂ. ടീക്ക നോക്ക്. അനധ്യസ്ഥ ആത്മഭാവ, ആത്മഭാവത്തിന് എന്താർത്ഥം? ആത്മതാദാത്മ്യം യസ്മിൻ കസ്മിൻ ദേഹേ സദേഹ അനധ്യസ്ഥ ആത്മഭാവ എന്ന് പറയുക. ആത്മാവിന്റെ താദാത്മ്യം നേരിടാത്ത ദേഹമാണെന്ത്? അനധ്യസ്ഥ ആത്മഭാവ ദേഹ. തേന ദേഹേന, അങ്ങനെ ഇരിക്കുന്ന ദേഹത്താൽ ഒരു വ്യാപാരം നടക്കത്തില്ല. അപ്പോൾ ദേഹത്താൽ വ്യാപാരം നടക്കണമെങ്കിൽ എന്ത് വേണം? ചേതനന്റെ സഹായം വേണം. ചേതനൻ എങ്ങനെയാണ് ദേഹത്തെ സഹായിക്കുന്നത്? താദാത്മ്യത്തിൽ ഇരുന്നു കൊണ്ട്. ആ താദാത്മ്യം എന്താണ്? താദാത്മ്യമുള്ള സംബന്ധമല്ലേ, ഏകത്വം. അതെന്താണ്? ആധ്യാസികമാണ്. അതെന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്? ഈ ദേഹത്തിന് സംയോഗം ഉണ്ടാവത്തില്ല ആത്മാവുമായിട്ട്. അതിന് കാരണം അസംഗോ ഹ്യയം പുരുഷ ഇതി ശ്രുതേഹേ, ഈ പുരുഷനായിരിക്കുന്ന ആത്മാ അസംഗനാണ്. അസംഗന് പിന്നെ സംഘം പറയണമെങ്കിൽ എന്തേ പറ്റത്തുള്ളൂ? ആധ്യാസിക സംബന്ധി പറയാൻ പറ്റത്തുള്ളൂ. ഏത് പറ്റത്തില്ല? വാസ്തവമായിരിക്കും സംയോഗ സമവായാദികൾ പറ്റത്തില്ല. നൈയായിക സിദ്ധാന്തത്തിനനുസരിച്ച് ആത്മാവിന് സംയോഗമാണോ സമവായമാണോ ഉള്ളത്? നൈയായികന് ആത്മാവിന്റെ സംയോഗം ഏതെങ്കിലും വസ്തുവായിട്ടുണ്ടോ?
സംയോഗം. സംയോഗം. എന്തുകൊണ്ട് ആത്മാവിന് സംയോഗം പറയാൻ പറ്റുന്നത്? ദ്രവ്യമായതുകൊണ്ട്. ദ്രവ്യ ആയതുകൊണ്ട്. ദ്രവ്യാണമേവ സംയോഗ. ठीक ദ്രവ്യ ആയതുകൊണ്ട് സംയോഗം. സമവായവും പറയാൻ പറ്റും. ആത്മാവിന് എന്തെങ്കിലും ഗുണമുണ്ടോ നൈയായികന്റെ സിദ്ധാന്തത്തില്? ഏത്? ജ്ഞാനം ഗുണമായിട്ടാണ്. ജ്ഞാനേച്ഛാദികൾ. അപ്പൊ ജ്ഞാനാദികളുടെ സമവായം ആത്മാവിലുണ്ട്. വേറെ ശാസ്ത്രം പഠിക്കുന്നത് നിങ്ങളുടെ ശാസ്ത്രത്തിനെ സ്പഷ്ടീകരിക്കാൻ വേണ്ടിയിട്ടാണ് എങ്കിലും മനസ്സിലാക്കുക. അതിന്റെ ലാഭത്തിലെങ്കിലും അന്യശാസ്ത്രം പഠിച്ചു. ആധ്യാസിക ഏവ ദേഹാത്മനോ സംബന്ധോ ന സംയോഗാതിരിതി ഭാവഹ. ആധ്യാസികമായിരിക്കും. ഇത് ഏതാണ് ആധ്യാസിക സംബന്ധം? താതാത്മ്യമാണ്. താതാത്മ്യമാണ് ഈ ആധ്യാസികമായിട്ടിരിക്കുന്നത്. ദേഹവും ആത്മാവുമായിട്ട് ആധ്യാസിക താതാത്മ്യ സംബന്ധം. അത് സംയോഗാദികൾ വരത്തില്ല. കാരണം സംയോഗാദികൾ നിങ്ങൾ പാരമാർത്ഥികമായിട്ടാണ് മാനിക്കുന്നത്. അങ്ങനത്തെ ഒരു സംബന്ധം ആത്മാവിന് വരത്തില്ല. നനു ആത്മനോ ദേഹാദിഭിർ ആധ്യാസിക സംബന്ധോപി മാസ്തു സ്വതന്ത്ര ചേതനതയാ പ്രമാതൃത്വത്തെ. ദേഹേന്ദ്രിയാദികളായിട്ടൊന്നും ആത്മാവിന് ആധ്യാസിക സംബന്ധം ആവശ്യമില്ല. മാ അസ്തു ഇല്ലാതിരിക്കട്ടെ. എന്തുകൊണ്ടാ? സ്വതശ്ചേതനതയാ, അവൻ സ്വരൂപത്തിൽ തന്നെ ചേതനല്ലേ. അതുകൊണ്ട് തന്നെ പ്രമാതൃത്വം വന്ന എന്താ തകരാറ്? ആത്മാ നേരിട്ട് പ്രമാതാവാവും. അവന് ഇന്ദ്രിയത്തിന്റെ ആവശ്യമില്ല, ജ്ഞാനത്തിന് ദേഹാദികളുടെ ആവശ്യമില്ല എന്ന് പൂർവപക്ഷി പറയുകയാണേ. എന്നുവെച്ചാൽ സുഷുപ്തോ പ്രമാതൃത്വാപത്തി. അപ്പൊ സിദ്ധാന്തി പറയും സ്വരൂപത്തിലെ സ്വതശ്ചേതനൻ പ്രമാതാവാണെങ്കിൽ സുഷുപ്തിയിലും പ്രമാതാവായിരിക്കണം. പക്ഷെ സുഷുപ്തിയിൽ പ്രമേയില്ലാത്തതുകൊണ്ട് പ്രമാതാവത്തില്ല. അപ്പൊ അതിന് കാരണം പറയാണ് നച്ച പ്രമാതൃത്വാപത്തി. അവിടെ ഒരു പ്രമാതൃത്വാപത്തി പറയാനില്ല. കാരണം എന്താ? കരണ ഉപരമാത്. ഇന്ദ്രിയങ്ങൾ ഉപരമിച്ചു പോയത് കൊണ്ട് അവൻ പ്രമാതാവുന്നില്ലെന്ന് മാത്രം. മനസ്സിലായോ? ഇതെന്താ പറയുക? സ്വതശ്ചേതനായതുകൊണ്ട് പ്രമാതൃത്വം. സ്വതശ്ചേതനാണെങ്കിൽ സ്വതശ്ചേതനായതുകൊണ്ട് പ്രമാതൃത്വം മാനിച്ചാൽ പിന്നെ എന്തിനായിരുന്നു നിങ്ങൾ കരണോപരമം മാനിച്ചത്? കാരണം പിന്നെ എന്താകും? കരണത്തില്ലാതെ തന്നെ സ്വതശ്ചേതനാണെങ്കിലല്ലേ പ്രമാതൃത്വം പറയാൻ പറ്റും. ഈ ആപത്തി തന്നെ ശരിയല്ല. ദേഹാത്മനോ ദേഹാദിഭിർ ആധ്യാസിക സംബന്ധോപി മാസ്തു സ്വതശ്ചേതനതയാ പ്രമാതൃത്വത്തെ. അപ്പൊ പൂർവപക്ഷി ഉദ്ദേശം എന്തായിരിക്കും? താതാത്മ്യം ഉള്ളത് കൊണ്ടല്ല പ്രമാതൃത്വം വന്നത്, സ്വരൂപത്തിലെ അവന് പ്രമാതാവാകാൻ പറ്റും. കാരണം സ്വതശ്ചേതനാണ്. അങ്ങനെയാണെങ്കിൽ സുഷുപ്തിയിൽ എന്തുകൊണ്ട് വന്നില്ല? കാരണം ഉപരമിച്ചത് കൊണ്ട്. അതിന്റെ അർത്ഥം എന്താ? കാരണം വേണം, പക്ഷെ കാരണങ്ങളായിട്ട് താതാത്മ്യത്തിന്റെ ആവശ്യമില്ല എന്നാണ്. അതുകൊണ്ട് അങ്ങനെ പോകും. കാരണങ്ങൾ സംയോഗ സംബന്ധത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ പ്രമാതാവായി മാറും. ആര്? ചേതനൻ. അവിടെ താതാത്മ്യത്തിന്റെ ആവശ്യമില്ല. പത്രാഹ. അതിന് ഉത്തരം പറയാണ് ഭാഷ്യം കാണുക. എന്നുവെച്ച ഏതസ്മിൻ സർവസ്മിൻ അസതി അസംഗസ്യ ആത്മനഃ പ്രമാതൃത്വം ഉപപദ്ധ്യതേ. ഏതസ്മിൻ സർവസ്മിൻ അസതി, അതായത് ഇന്ദ്രിയങ്ങളുമായിട്ട് താതാത്മ്യം, ദേഹതാതാത്മ്യം ഇവയൊന്നും ഇല്ലായിരുന്നു എങ്കിൽ ഒരിക്കലും പ്രമാതൃത്വം പോലും ആത്മാവിന്, അസംഗനായിരിക്കുന്ന ആത്മാവിന് വരത്തില്ല. പ്രമാതൃത്വം ആത്മാവിന്റെ സ്വരൂപമല്ല. പ്രമാതൃത്വം ആത്മാവിൽ വരണമെങ്കിൽ പ്രമേയെ ജനിപ്പിക്കുന്ന ഇന്ദ്രിയങ്ങളുമായിട്ട് ആത്മാവിന് താതാത്മ്യ അധ്യാസം ഉണ്ടാവേണ്ടിയിരുന്നു. അതേപോലെ ദേഹാദികളായിട്ടും താതാത്മ്യ അധ്യാസം ഉണ്ടാവേണ്ടിയിരുന്നു. കാരണം ദേഹാദികളിൽ ഇരിക്കുന്ന ഇന്ദ്രിയങ്ങള്, ഇപ്പൊ ദേഹാദികളായിട്ട് ആത്മാവിന് താതാത്മ്യം, ഇന്ദ്രിയങ്ങളുമായിട്ട് താതാത്മ്യം. അപ്പോഴാണ് ദേഹാദികളിലൂടെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിച്ചിട്ട് പ്രമേ ഉത്പന്നമാവുമ്പോൾ ചേതന്റെ പ്രമാതാവാകാൻ പറ്റത്തുള്ളൂ. ठीक നോക്കുക. പ്രമാശ്രയത്വം തീ പ്രമാതൃത്വം. പ്രമാതൃത്വം എന്ന് പറയുന്ന അർത്ഥം പ്രമേയുടെ ആശ്രയമാണ്. പ്രമാത അവലിരിക്കും. പ്രമാതൃത്വം പ്രമേയുടെ ആശ്രയമാകുമ്പോൾ മാത്രമേ വരത്തുള്ളൂ. പ്രമായതി നിത്യ ചിന്മാത്രം. പ്രമേയ നിങ്ങൾ നിത്യ ചിന്മാത്ര സ്വരൂപനായിട്ട് എടുത്തു കഴിഞ്ഞാൽ തർഹി ആശ്രയത്വായോഗ. ചേതന് ആരെങ്കിലും ആശ്രയമുണ്ടോ? ഇല്ല. അപ്പോൾ പ്രമേയെ നിങ്ങൾ ചേതന സ്വരൂപാക്കി എടുത്തു കഴിഞ്ഞാൽ പ്രമയ്ക്ക് ആശ്രയമില്ലാതെ പോകും. രണ്ടാമത്തത് കാരണവൈവർത്തഞ്ച. കാരണത്തിന്റെ പോലും ആവശ്യമില്ലായിരുന്നു. നിങ്ങൾ ആപത്തി പറഞ്ഞതുപോലെ ശരിയല്ല. സ്വരൂപത്തിൽ അവൻ ചേതനാണെങ്കിൽ അവന് പ്രമേയം ഉണ്ടായിക്കോ. സ്വരൂപത്തിൽ അവൻ പ്രമാതാവാണെങ്കിൽ, ചേതനാണെങ്കിൽ പ്രമാതാവാണെങ്കിൽ അവന് പ്രമേയം ഉണ്ടാവണം. കാരണത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഇനി വൃത്തിജ്ഞാനം കിം പ്രമ. ഇനി പ്രമേയ വൃത്തിജ്ഞാനമായിട്ട് മാനിച്ചാൽ ജഗദാന്ത്യപ്രസംഗ. ജഗത്ത് പോലും അന്ധകാരത്തെ പ്രാപിക്കും. അതെന്തുകൊണ്ടാ? വൃത്തർ ജഡത്വാത്. എന്തു പറഞ്ഞാൽ ഈ വിഷയത്തിന്റെ സിദ്ധി എങ്ങനെ നടക്കത്തുള്ളൂ? ജ്ഞാനം കൊണ്ട്. ജ്ഞാനം വൃത്തി മാത്രമാണെങ്കിൽ വൃത്തി ഒരിക്കലും വിഷയത്തെ പ്രകാശിപ്പിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ ജഗത് അന്ധകാരത്തെ പ്രാപിക്കും എന്നർത്ഥം. ജഗത്തിന്റെ സിദ്ധിയെ നടക്കത്തില്ല, ജഗത്ത് പ്രകാശിക്കത്തില്ല എന്നർത്ഥം. ചേതന സംബന്ധിയായിരിക്കുന്ന വൃത്തിയാലാണ് ജഗത്ത് പ്രകാശിക്കുന്നത്, അല്ലാതെ കേവല വൃത്തിയാലല്ല. അതോ വൃത്തിധോ ബോധ പ്രമാ. വൃത്തി ഇന്ദ്രദീപ്തോ എന്നാണ് ധാതു. അപ്പോൾ വൃത്തിയാൽ ദീപിതമായിരിക്കുന്ന ബോധമാണ് പ്രമാ. അതായത് ജ്ഞാനം എന്ന് പറയുന്ന അർത്ഥം വൃത്തിയും വൃത്തിയിൽ പ്രതിബിംബിച്ച ചൈതന്യവും, ഘടാകാല വൃത്തിയും ഘടാകാല വൃത്തിയിൽ പ്രതിബിംബിച്ച ചൈതന്യവും. അപ്പൊ ചൈതന്യം ഏതിനാൽ ദീപിതമായി? വൃത്തിയാൽ. വൃത്തി ഏതിനാൽ ദീപിതമായി?
ചൈതന്യത്താൽ. താൽ തിരിച്ചും പറയും ഈ സാധനത്തെ. ഇവിടെ ഇപ്പോൾ വൃത്തിയുദ്ധബോധം എന്നുള്ളതിന് നിങ്ങൾക്ക് ബോധേദ വൃത്തി എന്ന് പറയാം. അങ്ങനെയും കാണാം മറ്റു ടെക്സ്റ്റുകളിൽ. രണ്ടും കൂടി ഒന്നിച്ചിരിക്കുന്നത് കൊണ്ട് തല തിരിച്ചും പറയുന്നതിനെ കൊണ്ട് ഒരു കുഴപ്പമില്ല. ഇതിനെയാണ് നമ്മൾ പ്രമാ എന്ന് പറയുന്നത്. തത് ആശ്രയത്വം അസംഗസ്യ ആത്മനഃ. ഈ ഒരു പ്രമാശ്രയത്വം അസംഗനായിരിക്കുന്ന ആത്മാവിന് എപ്പോഴേ വരത്തുള്ളൂ? വൃത്തിമത്ത് മനസ്താദാത്മ്യ അധ്യാസം വിനാ ന സംഭവതി. വൃത്തി ആരിലായിരിക്കുക? മനസ്സ്. കാരണം മനസ്സിന്റെ വൃത്തിയല്ലേ. അപ്പൊ വൃത്തിമതായി മനസ്സ്. ആ മനസ്സുമായിട്ട് താദാത്മ്യം ഇല്ലായിരുന്നു എങ്കിൽ ഒരിക്കലും പ്രമാശ്രയത്വം ആത്മാവിനുണ്ടാകത്തില്ലായിരുന്നു. അപ്പൊ പ്രമാശ്രയത്വം വന്നുകൊണ്ട് പ്രമാതാവ് ആവണമെങ്കിൽ അതെന്ത് വേണം? പ്രമേയുടെ ആശ്രയമായിരിക്കുന്ന അന്ധകരണവുമായിട്ട് ചേതന അധ്യാസം വേണം. മനസ്സിലായോ? ദേഹാധ്യാസേ തദ്ധർമാധ്യാസേ ച സതീത്യർത്ഥ. ഇതേതിന്റെ? ഏതസ്മിൻ സർവസ്മിൻ അസതി എന്ന് പറഞ്ഞല്ലോ. ഇതൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ, ഏതെല്ലാം ഇല്ലായിരുന്നുവെങ്കിൽ ദേഹാധ്യാസവും തദ്ധർമ്മമായിരിക്കുന്ന ദേഹത്തിന്റെ, ദേഹം എന്നുള്ള ഉദ്ദേശിച്ചത് ഇന്ദ്രിയങ്ങൾ എടുത്തോളുക. അപ്പോൾ ദേഹത്തിന്റെയും ദേഹധർമ്മത്തിന്റെയും ഇന്ദ്രിയങ്ങളുടെയും ഇന്ദ്രിയധർമ്മത്തിന്റെയും അധ്യാസം ഇല്ലായിരുന്നു. അധ്യാസേ അസതി, അധ്യാസേച്ച അസതി, ഏതസ്മിൻ സർവസ്മിൻ അസതി. ഇതൊന്നും ഇല്ലായിരുന്നു എങ്കിൽ എന്തുണ്ടാവത്തില്ലായിരുന്നു? പ്രമാതൃത്വം ഉണ്ടാവത്തില്ലായിരുന്നു. അപ്പൊ പ്രമാതൃത്വം വരണമെങ്കിൽ എന്ത് വേണം? ദേഹാദികളിലും ഇന്ദ്രിയാദികളിലും ആദ്യ അധ്യാസം വേണം എന്നർത്ഥം. തർഹി ആത്മന പ്രമാതൃത്വം വാസ്തു ഇത് വദന്തം പ്രത്യ. അങ്ങനെയാണെങ്കിൽ ആത്മാവിൽ പ്രമാതൃത്വം പോട്ടെ. കഷ്ടപ്പാടായി. പൂർവക്ഷി പറയാണ്. അപ്പൊ അവനോട് പറയാണ്, നടക്കൂല മോനെ, ഭാഷ്യം നോക്ക്. എന്നുവെച്ചാൽ പ്രമാതൃത്വം അന്തരേണ പ്രമാണ പ്രവൃത്തിരസ്തി. ആത്മാവിൽ പ്രമാതൃത്വം ഇല്ലെങ്കിൽ ആത്മാസിദ്ധമായിക്കൊണ്ട് പ്രമാണത്തിന്റെ പ്രവൃത്തി നടക്കുമല്ലോ. അതായത് സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതയിലേക്ക് വരുമ്പോൾ ഒരുത്ത സിദ്ധിക്കപ്പെടണം. അവനാണ് പ്രമാദ. അവനാണ് പ്രമാണത്തിനെ അന്വേഷിച്ചിട്ട് പ്രമേയം ഉത്പന്നമാക്കത്തുള്ളൂ. അപ്പം പ്രമാണ പ്രവൃത്തി വരണമെങ്കിൽ ആദ്യം എന്ത് വേണം? പ്രമാദ സിദ്ധമാവണം. അപ്പൊ പ്രമാതൃത്വം ആത്മാവിൽ വന്നില്ല എങ്കിൽ പ്രമാണത്തിന്റെ വ്യാപാരം പോലും വരത്തില്ലായിരുന്നു. അപ്പൊ പ്രമാണ വ്യാപാരം നടക്കുന്നു എന്നുള്ളത് കൊണ്ട് പ്രമാതൃത്വം ആത്മാവിൽ സിദ്ധിച്ചേ പറ്റത്തുള്ളൂ. ഇനി ടീക്ക. തസ്മാത് ആത്മന പ്രമാതൃത്വാദി വ്യവഹാരാർത്ഥം അധ്യാസം അംഗീകർത്തവ്യ. അതുകൊണ്ട് ആത്മാവിലെ പ്രമാതൃത്വം സിദ്ധിക്കാൻ വേണ്ടിയിട്ട് പ്രമാതൃത്വാദി വ്യവഹാരാർത്ഥം അധ്യാസം അംഗീകർത്തവ്യ. അധ്യാസം അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. ഇത് അനുമാന അർത്ഥാപത്യവും ഫലം ഉപസംഹരതി. ഇപ്രകാരം നിങ്ങൾ മുമ്പ് നടത്തിയിരിക്കുന്ന അനുമാനത്തിന്റെ അർത്ഥാപത്യയുടെ ഫലം എടുത്തു കാണിക്കുകയാണ്. ഭാഷ്യം കാണു. തസ്മാത് നമ്മൾ തുടങ്ങിയ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. അവിദ്യാവത് വിഷയാണിയവ പ്രത്യക്ഷാദി പ്രമാണാനി ശാസ്ത്രാണിച്ച. അവിദ്യാവത് വിഷയാണി എന്നുള്ളതിന്റെ അർത്ഥം എന്താ? അധ്യാസവത് വിഷയാണി. അധ്യാസം ഇരിക്കുന്നവനെയാണ് വിശദീകരിക്കുന്നത്. ഏതൊക്കെ? പ്രത്യക്ഷാദി പ്രമാണങ്ങൾ. എന്ന് പറയുക പ്രത്യക്ഷാദി പ്രമാണങ്ങളുടെ പ്രവൃത്തി, ശാസ്ത്ര പ്രവൃത്തിയൊക്കെ നടക്കണമെങ്കിൽ അതെവിടെയായി നടക്കത്തുള്ളൂ? അധ്യാസം ഉള്ളതിൽ നടക്കത്തുള്ളൂ എന്നർത്ഥം. ടീക്കയുടെ അടുത്ത പേജ് കൂടി കുറച്ച് നോക്കി നോക്ക്. പ്രമാണ സത്വാദിത്യർത്ഥ. തസ്മാദിന്റെ അർത്ഥമാണ് കേട്ടോ. തസ്മാദിന്റെ അർത്ഥം പ്രമാണ സത്വാദ്. ഏതിന്? അധ്യാസത്തിന് പ്രമാണം ഉണ്ട്. ഇപ്പൊ എന്തൊക്കെ പറഞ്ഞു? അധ്യാസത്തിന് ലക്ഷണം, സംഭാവന, പിന്നെ പ്രമാണം. ഇത് മൂന്നും ഉള്ളത് കൊണ്ട് തന്നെ എന്ത് മാനിക്കണം? അധ്യാസം ഉണ്ട് എന്ന് മാനിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന അധ്യാസം ഉള്ളവരിൽ മാത്രമാണ് പ്രത്യക്ഷാദി പ്രമാണങ്ങൾ വ്യവഹരിക്കുന്നുള്ളൂ എന്നർത്ഥം. അല്ലെങ്കിൽ 22ന്റെ ഒന്നുകൂടി നോക്കി ടീക്കയില്. യദ്വാ പ്രമാണപ്രശ്ന സമാധായ ആക്ഷേപം പരിഹരി. അല്ലെങ്കിൽ ഈ തസ്മാത് എന്നുള്ളതിനെ അതിന്റെ മുന്നേ തന്നെ നിങ്ങൾക്ക് പ്രമാണ പ്രശ്നം തീരും. എന്നിട്ടോ ആക്ഷേപത്തിന്റെ സമാധാനമാണ് പറയുന്നത് തസ്മാത്, അതുകൊണ്ട് എന്ന് പറഞ്ഞാല് അധ്യാസത്തെ ആക്ഷേപം നടത്തിയിട്ട് അതെങ്ങനെ അധ്യാസം സംഭവിക്കും? അതെന്ന് പറയണം. തസ്മാത് എന്ന് പറഞ്ഞാല് വ്യവഹാരം നടക്കണമെങ്കിൽ അധ്യാസം നടന്നേ പറ്റത്തുള്ളൂ. വ്യവഹാരം കാണുന്നതിനാൽ അധ്യാസം ഉണ്ട് എന്ന് മാനിച്ചേ പറ്റത്തുള്ളൂ എന്നർത്ഥം. അഹമിതി അധ്യാസസ്യ പ്രമാത്ര അന്തർഗതത്വേന. അതോ ഇനി വേറെ നാളെ എടുക്കാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗിനേ വ്യോമവത്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി. നമോ നാരായണ. ഹരി ഓം.